ഞാൻ പലപ്പോഴും സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഈ ലോകത്തിലൊക്കെ എത്ര ആന നിനക്കുണ്ട്? ഒരു ആനയെ വിറ്റാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്താനുള്ള പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ നാൻസി ബിജു ആണ്. നമുക്കെവർക്കും അറിയാം, ജനുവരി മാസത്തിൽ ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ വേലയിൽ പ്രസിദ്ധനായ പ്രിയ ജോൺസൺ ടൈറ്റസ് പാസ്റ്റർ താൻ പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ തക്കവണയായി തീർന്നു. ആ ദൈവദാസിൻ്റെ മൂത്ത സഹോദരിയാണ് പ്രിയ നാൻസി ബിജു. പ്രിയ ദൈവദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കേവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. അത് നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ നാൻസി ബിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? കർത്താവിൻ്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ടെക്സസിന് സാൻ ആന്റോണിയോ എന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഹസ്ബൻഡ്, 3 കുഞ്ഞുങ്ങള്, ബെറ്റ്സി, ബെൻസൺ, ബെനീറ്റ, 3 കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുറിച്ചുകൊണ്ട് നല്ല ഓർമ്മകൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയങ്ങളെ വേർതിരിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അവസരം തന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ദൈവത്തിന് മുഴുവൻ മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് പ്രേമലത എന്ന് പറയുന്ന സിസ്റ്ററാണ്. ആ സിസ്റ്റർ എന്നെ ഫോഴ്സ് ചെയ്തിട്ട് പാസ്റ്ററെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാസ്റ്ററിന്റെ നിർബന്ധം, പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്തു. ഞാൻ പുറകോട്ട് വലിച്ചിട്ട് പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്ത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ദൈവത്തിന്റെ പ്ലാനിനനുസരിച്ച് ഈ വേദിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ കർണാടകയിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ഞങ്ങൾ കൃപയാൽ വിശ്വാസ കുടുംബത്തിൽ വളരുവാൻ ദൈവം കൃപ ഞങ്ങൾക്ക് തന്നു. ഞാൻ മൂത്തതാണ്, എൻ്റെ ഇളയതാണ് ബ്രദർ. കഴിഞ്ഞ ദിവസം ജാനുവരി 7 ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സുവിശേഷ വേലയിലായിരുന്ന ബ്രദറാണ്. അതിൻ്റെ ഇളയതൊരു സിസ്റ്ററാണ്. അവർ വിവാഹിതരാണ്. ബ്രദറിനും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ കർണാടകയിൽ ഒത്തിരി കഷ്ടതയും പ്രയാസവും ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ബാല്യകാലങ്ങളെന്ന് പറഞ്ഞാൽ പട്ടിണിയും പ്രയാസങ്ങളും അത് ഒത്തിരി അനുഭവിച്ചു. അത് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകും, പക്ഷെ ഞങ്ങളുടെ വീട്ടിലും അതുപോലെ ഉണ്ടായിരുന്നു. അതിലും പക്ഷെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തന്നു. എൻ്റെ മാതാപിതാക്കളിൽ കണ്ട നല്ല ഗുണങ്ങൾ ഞാൻ പറയാം. മാതാപിതാക്കൾ ഒറ്റ ആരാധന മുടക്കത്തില്ലായിരുന്നു. എൻ്റെ പിതാവ് ജോലി ഉണ്ടെങ്കിൽ സൺഡേ ആരാധന കഴിഞ്ഞിട്ട് മാത്രമേ ജോലിക്ക് പോകത്തുള്ളായിരുന്നു. അതൊരു ഗുണം. പിന്നെ ഞങ്ങൾ ആയിരുന്നിടത്തെല്ലാം ആരാധനയല്ല, ചെറിയ പ്രാർത്ഥനാ കൂട്ടമായി തുടങ്ങി. പിന്നെ അത് ആരാധനയായിട്ട്, അതിന് എൻ്റെ പിതാവ് പാസ്റ്ററൊന്നും അല്ലായിരുന്നു, പക്ഷെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് പ്രെയർ കൂട്ടങ്ങളെല്ലാം നടത്താനുള്ള കൃപ ദൈവം കൊടുത്തായിരുന്നു. അങ്ങനെ അത് പിന്നെ ആരാധനയിലേക്ക്, പിന്നെ അത് വലിയ സഭകളായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൃപ ദൈവം തന്നു. പിന്നെ മൂന്നാമതൊരു ഗുണം എൻ്റെ മാതാപിതാക്കളിൽ കണ്ടത്, അവര് മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. അവർക്ക് രോഗസൗഖ്യം കൊടുത്ത് എൻ്റെ മാതാവ് തൈറോയിഡിന്റെ അസുഖത്താൽ ഭാരപ്പെട്ട് അതിന്ന് ദൈവ സൗഖ്യമാക്കി. അതുകൊണ്ട് മാതാവും പിതാവും തീരുമാനിച്ചു, ഈ രോഗത്തിന് ഞങ്ങളെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എല്ലാ രോഗത്തിനും, എൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ എല്ലാ രോഗത്തിനും ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ച് മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. അത് ഒരു ഗുണം. പിന്നെ
ഞങ്ങളുടെ എൻ്റെ മാതാപിതാക്കളെ ഒരു സഭ വിട്ട് വേറൊരു സഭയിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. സഭയിൽ ആരാധന ആണെങ്കിൽ ആ സഭയിൽ മാത്രം, ഒരൊറ്റ സഭയിൽ മാത്രം മാതാപിതാക്കള് ഇരുന്നു. പിന്നെ പാസ്റ്റേഴ്സിനോട് എൻ്റെ പിതാവ് ഇന്ന് വരെ നമുക്കറിയാമല്ല, വിശ്വാസികളായിരിക്കുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് വഴക്ക് പറയുന്നത്, എങ്കിലും എൻ്റെ പിതാവ് തിരിച്ചൊരു മറുപടി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും എൻ്റെ പിതാവ് സഭയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും പാസ്റ്ററോട് എതിർത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി ടച്ചിങ്. അങ്ങനെ ഒരു ശാപമോ യാതൊന്നും വരാൻ സാധ്യതയില്ല. എൻ്റെ പിതാവ് അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ പിതാവ് ഭയങ്കര ഭയത്തോടെ ഒരു ദൈവത്തിന് തുല്യമായിട്ട് ദേവദാസന്മാരെ കാണേം, ദേവദാസനെ കാണേ, ആ ദേവദാസൻ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും, അതുകൊണ്ട് സഭ വിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ഒരു പരിചയം ഞങ്ങൾക്കില്ല. ഇനി ഇൻ കേസ് സഭയ്ക്കകത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കും. പാസ്റ്റർ വീട്ടിൽ വന്ന് പിന്നെ വിഷമമെല്ലാം മാറ്റി പിന്നെ ഞങ്ങൾ അടുത്ത ആഴ്ച സെയിം സഭയിൽ പോകും. പാസ്റ്റർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഒരു സഭയിൽ തന്നെ ദൈവം കൃപയാൽ സേവിക്കാൻ ദൈവം കൃപ തന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ബാല്യകാലത്തിൽ ഞങ്ങൾ 3 പിള്ളേരും ഒത്തിരി ഞങ്ങൾ സ്നേഹത്തിലും, പിന്നെ എൻ്റെ ആങ്ങളെ ചെറുപ്പം മുതൽ അവനൊരു ആൺകൊച്ചായതുകൊണ്ട് അവന് നല്ലതായിട്ട് കഷ്ടപ്പാടായിരുന്നു അവന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടെന്ന് വെച്ചാൽ പെൺപിള്ളേരെ കടയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ എൻ്റെ ഇളയതായിട്ടും അവന്റെ ചെറുപ്രായത്തിൽ തന്നെ അവനെ കടയിൽ പോകാൻ, അവനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങളെല്ലാം, അവൻ അരിയോ സാധനങ്ങളോ എല്ലാം മേടിച്ചുകൊണ്ട് അവൻ വരുന്നുണ്ട്. അങ്ങനെ അവന് ഇനി ഭൂമിയിൽ ഇല്ല പറയാന്. ഈ സാക്ഷ്യം പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് എൻ്റെ ആങ്ങളയോടാണ്. ആങ്ങളയോട് ചോദിച്ചു, ഞാൻ നമ്മുടെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാവോ? പറയാന്ന് പറഞ്ഞു വെച്ചതാണ്, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ കേട്ടത് മരണമായിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ ഒത്തിരിയും കഷ്ടത അനുഭവിച്ചു. അവൻ്റെ അങ്ങനെ ഞങ്ങൾ വളർന്നു വന്നു, ഒത്തിരിയും പ്രയാസങ്ങളിൽ കൂടെ. ഞാൻ രക്ഷിക്കപ്പെട്ട്, സാധാരണ എല്ലാവരും രക്ഷിക്കപ്പെട്ടാണ് സ്നാനപ്പെടുന്നത്. ഞാൻ സ്നാനപ്പെട്ടിട്ടാണ് രക്ഷിക്കപ്പെട്ടെ. എന്നുവെച്ചാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ കൈ തീ കൊണ്ട് പൊള്ളിയപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, നീ സ്നാനപ്പെടാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ് നിന്റെ കൈക്ക് വേദന, മരുന്ന് കഴിക്കത്തില്ലല്ലോ, അപ്പൊ ഈ വേദന മാറണമെങ്കിൽ നീ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ സ്നാനപ്പെടാം. അങ്ങനെ സ്നാനപ്പെട്ടു. പക്ഷെ വലിയ ഇന്റേണൽ ചേഞ്ച് ഒന്നും എനിക്കില്ല. ഞാൻ സ്നാനപ്പെട്ടു. അപ്പം സ്നാനപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, വേദന മാറിയോന്ന്? അതൊന്നും അറിയത്തില്ല, ഞാൻ വേദന മാറിയെന്നങ്ങ് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒരിക്കൽ ഞങ്ങൾ ശ്മശാനം വഴി വീട് വരാൻ അടുത്താണ്. ആ ശ്മശാനം വഴി വീട് വരുമ്പോൾ മമ്മി പറയും, ഒരിക്കലും നിങ്ങൾ ശ്മശാനം വഴി വരല്ലേ, നിങ്ങൾ റോഡിൽ കൂടെ വരണം. അവിടെ മരിച്ച ആൾക്കാരെ എല്ലാം കൊണ്ട് കുഴിച്ചിടുന്നതല്ല, വെട്ടിക്കൊന്നു ഒക്കെ ഇടുന്ന സ്ഥലം ആയതുകൊണ്ട്, അവിടെ എപ്പോഴും കാട് പിടിച്ച സ്ഥലമായതുകൊണ്ട് നിങ്ങൾ അതുവഴി വരരുത്. പക്ഷെ ഞങ്ങൾ കൊച്ചു പിള്ളേർ, ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തണം സ്കൂൾ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഈ ശ്മശാനം വഴി വരും. ഒരു ദിവസം കടയിൽ പോയിട്ട് സന്ധ്യ ആയപ്പോഴാണ് അത് വഴി വന്നപ്പോൾ എനിക്ക് ഒരു വലിയൊരു പേടി എനിക്ക് കിട്ടി. ആ പേടി എൻ്റെ ജീവിതത്തിൽ മാറാതെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. മീൻസ് അങ്ങനെ മാറാതെ ഇരുന്നു. അത് പിന്തുടർന്ന് എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. വലിയൊരു ഭയം. മീൻസ് ഒരു പല്ലി, പാറ്റ, പൂച്ച എല്ലാം എനിക്ക് ഭയമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ന്യൂ ഇയർ പ്രയറിന് പാസ്റ്ററുകൾ പ്രാർത്ഥനയിൽ പറഞ്ഞു, എനിക്കറിയാം ആ ദിവസങ്ങളിലൊന്നും നമ്മുടെ ചർച്ചിൽ നല്ല ആരാധനയാണ്, പക്ഷെ അഭിഷേകം എല്ലാം ഉണ്ട്. പക്ഷെ അത് എന്നെ ഒന്നും ബാധിക്കുന്നില്ല. എനിക്ക് കൈയടിക്കുന്നത് പോലും നാണക്കേടാണ്. ഉറക്കെ കൈയടിച്ച എല്ലാവരും കാണുമെന്നുള്ളൊരു പേടിയാണ്. അത് കാരണം അങ്ങനെയൊന്നും ചെയ്യാതെ ഞാനൊരു സാധാരണ ആളായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. പക്ഷെ ഈ പാസ്റ്റർ ന്യൂ ഇയറിന്, ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ന്യൂ ഇയറിന് പാസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളെ ഈ ഭയത്തും ദൈവം വിടുവിക്കുന്നു. ആ നിമിഷം ഞാൻ സമർപ്പിച്ചു. അന്ന് മുതൽ എനിക്ക് ആ ഭയം എന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഭയപ്പെട്ടത് ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തെ ഭയപ്പെട്ടില്ലെങ്കിൽ ഈ ഭയം എന്നെ വരും. ആ ഒരു ഭയം കൊണ്ട്, അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹമോ അങ്ങനെ അല്ല. പക്ഷെ പിന്നെ അതെന്നെ ഒത്തിരി ദൈവത്തോട് അടുപ്പിച്ചു. ആ ഭയം എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ പ്രെയർ ആയിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഒത്തിരി വേദനകളിൽ കൂടെ കടന്നു വന്നതുകൊണ്ട് എപ്പോഴും എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ നടക്കുമ്പോഴും വഴിയിലും എല്ലാം ഞാൻ തന്നെ പ്രാർത്ഥിക്കും. നടക്കുന്ന വഴിയിലല്ല, ഞാൻ ആകാശത്ത് നോക്കി കർത്താവ് ഇനി ക്രൂശിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഞാൻ കർത്താവിനോട് പറയും, നീ കാണുന്നുണ്ടല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാണ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പം
കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയെ നേരത്തെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചിട്ട് പപ്പ അത് കേൾക്കാതെ ഇങ്ങനെ നടന്നു. എൻ്റെ പിള്ളേർ ഒരു പ്രായമാകട്ടെ, അവരുടെ ഒരു കാര്യങ്ങൾ കാലേ നിന്നിട്ട് ഞാൻ ജോലി വിടാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്ത് പപ്പയുടെ കൈ 4 വിരലും കട്ടായിപ്പോയി. 4 വിരലും കട്ടായപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ ഇനി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആങ്ങള പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ആങ്ങള വന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അവനോട് പറഞ്ഞില്ല, ബിക്കോസ് ആങ്ങളെ ജീവനോടെ കിട്ടിയത് അവന് 3 മാസം ഉള്ളപ്പോൾ മരിക്കത്തക്കെ അവനൊരു രീതിയിൽ അവൻ ഒറ്റ കിടപ്പായിരുന്നു. അപ്പൊ എൻ്റെ മമ്മി പറഞ്ഞു ഈ കുഞ്ഞിനെ ദൈവമേ ആയുസോടെ തന്നാ നിന്റെ വേലയ്ക്ക് തരാന്ന്. പക്ഷെ മമ്മി അതങ്ങ് മറന്നുപോയതല്ല, അവനെ പിന്നെ ഓർമ്മിപ്പിച്ചൊന്നുമില്ല ആരും. പക്ഷെ കോളേജ് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു ഞാൻ ബൈബിൾ കോളേജിൽ പോവാന്ന്. അപ്പം എല്ലാവർക്കും സന്തോഷമായി. എല്ലാ പിള്ളേരെയും നമ്മൾ ഫോഴ്സ് ചെയ്ത് ബൈബിൾ കോളേജിൽ വിടുമ്പോൾ തനിയെ വന്നിട്ട് ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി. അപ്പൊ അതേ സമയത്താണ് പപ്പയുടെ കൈ മുറിയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ബൈബിൾ കോളേജിൽ, നമ്മുടെ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് ബൈബിൾ കോളേജ് IPCയുടെ തുടങ്ങിയ സമയത്തായിരുന്നു. ഒരു ബെഞ്ചിലിരുന്ന് രണ്ടുപേരും ബൈബിൾ കോളേജിൽ പോകാൻ ദൈവം സഹായിച്ചു. പക്ഷെ ആങ്ങളെ അവിടെ നിന്നിത് പഠിക്കുമായിരുന്നു. പപ്പയാണെങ്കിൽ എല്ലാ ദിവസവും പോയി വരുമായിരുന്നു. പക്ഷെ ഈ സമയത്ത് എനിക്ക് പിന്നെ എൻ്റെ വിദ്യാഭ്യാസം അവിടെ കൊണ്ട് സ്റ്റോപ്പായി. പിന്നെ എൻ്റെ ഉത്തരവാദിത്തം മുഴുവനും എൻ്റെ മേളിലായി. അപ്പം ഞാൻ പല സ്ഥലത്ത് ജോലി, PUC പ്രീ ഡിഗ്രി വരെ ഞാൻ പഠിച്ചോളൂ. പക്ഷെ പല സ്ഥലത്ത് ഞാൻ ജോലി അന്വേഷിച്ചിട്ടൊന്നും എനിക്കൊരു തൃപ്തി വരുന്നില്ല. ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ ഒരു തൃപ്തി വരുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് പറയും, എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആഗ്രഹം വലുതായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ ദേശത്ത് ഒരു നല്ല ജോലി തരണം. എനിക്കറിയത്തില്ല എങ്ങനെ തരുമെന്ന്, എനിക്ക് നല്ലൊരു ജോലി തരണം. ഇങ്ങനെ രാപ്പകൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പല ജോലി സ്ഥലത്തും പോയിട്ട് ഞാൻ വിട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്തു. പക്ഷെ അവരെന്നെ ഹയർ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ആയിരുന്നു, വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ ഹയർ ചെയ്തു. അവിടെ ഹയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കമ്പി ജോലി ചെയ്യുമ്പോൾ നമുക്ക് പുറത്തോടെ ആൾക്കാർ നടക്കുന്ന കാണാൻ എനിക്ക് ആ കമ്പി വേലി പൊട്ടിച്ചു വരാനുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ കർത്താവെ എന്തിന് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമല്ലോ, എൻ്റെ ആയുസ്, എൻ്റെ ദൈവമേ എന്നെ മാനിക്കണം. ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. പിന്നെ അവിടെ നിന്ന് വീട് വരെ നടന്നു വരുന്ന ഒരു മൈതാനം പോലെ സ്ഥലമാണ്. അപ്പൊ അവിടെ നീങ്ങി വരെ ഞാൻ ആകാശത്തോട്ട് നോക്കി വാവിട്ട് നിലവിളിക്കുമായിരുന്നു. അതെല്ലാം എൻ്റെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഇന്ന് വരെ ആരും അറിയത്തില്ല. ഈ ടെസ്റ്റ് മണി പറയുമ്പോഴാണ് ആൾക്കാർ അറിയാൻ പോകുന്നത്. ബട്ട് ഞാൻ വീട് വരെ, പക്ഷെ ആൾക്കാരെ കാണുമ്പോൾ കണ്ണ് തുടച്ച് ഞാൻ നോർമലായിട്ട് നടന്നു വരും. പക്ഷെ ആളില്ലാത്തപ്പോൾ വാവിട്ട് ആകാശത്തോട്ട് ദൈവമേ എന്നെ ഉയർത്തണമേ, എന്നെ മാനിക്കണമേ, എനിക്ക് വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അപ്പം അങ്ങനെയാണ് എനിക്ക് OEN എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി AC ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ അവിടെ. അപ്പം ഞാൻ ഇങ്ങനെ അതുവഴി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ ഉണ്ട്. എന്നാൽ പാസ്റ്റർ ആരോഗ്യസൻ പാസ്റ്ററാണ്. ഇപ്പം പുള്ളി മദ്രാസിലുണ്ട്. ആ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊരു കമ്പനിയിൽ വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അത് ആ ചെറു പ്രായത്തിൽ ഞാൻ അതങ്ങ് ഏറ്റെടുത്തിട്ട് ദൈവമേ എനിക്ക് ഈ കമ്പനിയിൽ എനിക്ക് ജോലി വേണം. അവിടെ റെക്കമെൻഡേഷൻ, നാട്ടിൽ നിന്നൊക്കെ പിള്ളേർ വരുന്ന സമയം, റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ എടുക്കത്തില്ല. മൊത്തം പെൺപിള്ളേരെ 100-300 പേര്. അപ്പം ഇതൊന്നും എടുക്കത്തില്ല. അപ്പൊ എൻ്റെ കർത്താവേ എനിക്ക് ഈ കമ്പനിയിൽ എനിക്ക് ജോലി തരാം, സ്വർഗം വഴി തുറക്കണം. എന്തായാലും 2 മാസം എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളെ റെക്കമെൻഡ് ചെയ്തു. ദൈവം അവിടെ എനിക്ക് ഒരു ജോലി തന്നു. ജോലി ചെയ്ത് 6 മാസം, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 92-ലാണ് എനിക്ക് ജോലി കിട്ടിയത്. 6 മാസത്തോളം ഞാൻ ജോലി ചെയ്തപ്പോഴത്തേന് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് അവർ പറഞ്ഞു 30 പേരെ ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വന്ന പിള്ളേരെ വീടുകളിൽ നിന്ന് വന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണല്ലോ വന്നത്. അപ്പം അത്യാവശ്യം സാമാന്യമായിട്ടുള്ളൊരു വരുമാനമുള്ളൊരു കമ്പനിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഈ പിള്ളേരെല്ലാം തിരിച്ചു പോകണമല്ലോ, അവർക്കെല്ലാം ആ സമയത്ത് ഞാൻ ഇവരെല്ലാം ആശ്വസിപ്പിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു പാട്ടാണ് ഞാൻ എല്ലാവരെയും പാടി കേൾപ്പിക്കുമായിരുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. ഇത് കേൾക്കാൻ തന്നെ എൻ്റെ ചുറ്റും ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? കരയുന്ന കാക്കയ്ക്കൊക്കെ ദൈവം വഴി ഒരുക്കുമെങ്കിൽ നമ്മളെ ദൈവം പോറ്റ ശക്തന. അപ്പം ഞാൻ ആദ്യമായിട്ട് 6 ദിവസം, 7 ദിവസമല്ല 6 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു. ഈ ജോലിയിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടാം, ഞങ്ങളെ 30 പേരെയും പറഞ്ഞു വിടരുതെന്ന്. ഞാൻ ആ ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ 30 പേര് ഞങ്ങളെ പറഞ്ഞു വിട്ടില്ല. അവരുടെ ആ പ്ലാൻ അതാണ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ആ ജോലി
ജോലി 17 വർഷം ഞാൻ അവിടെ തുടരാൻ ഇടവന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തില് അതൊരു 17 വർഷം ആ ജോലി തുടരാൻ ഇടവന്നു. അതിൻ്റെ നടുക്ക് ദൈവം എന്നെ ഒത്തിരി ഞങ്ങളുടെ ആ തുച്ഛമായ വരുമാനത്തിൽ പപ്പയ്ക്ക് ഞാൻ പപ്പയുടെ കയ്യിൽ എൻ്റെ പേ സ്ലിപ്പ് വരെ ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഒരിക്കൽ എനിക്ക് ആദ്യമായിട്ട് പേ കിട്ടിയത് 105 രൂപ. 105 രൂപ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ പെൺപിള്ളേരല്ലേ, നമുക്ക് ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്തു, ഈ 5 രൂപ എനിക്ക് മാറ്റി വെച്ചാലോ. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയൊരു ദൈവഭയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് തന്നെ പറഞ്ഞു, ഞാൻ ഈ 5 രൂപയ്ക്ക് കള്ളത്തരം കാണിച്ചാൽ നാളെ എന്നെ ഒരു വലിയ കാര്യത്തിൽ എങ്ങനെ ദൈവം എന്നെ ഏൽപ്പിക്കും. അപ്പം ഞാൻ ആ 5 രൂപയും പേ സ്ലിപ്പും കൂടെ പപ്പയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അത് ആദ്യത്തെ പേ സ്ലിപ്പാണ് പപ്പയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഈ 17 വർഷമല്ല, ഞങ്ങളുടെ വിവാഹത്തിന്റെ ആ ദിവസം വരെ പേ സ്ലിപ്പ് പപ്പയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. പിന്നെ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ പോലും ഞാൻ ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. അപ്പം ഞാൻ ഇത് ചോദിക്കത്തില്ല പപ്പയോട്. എൻ്റെ വിചാരം പപ്പ അറിഞ്ഞു തരണമെന്ന്. പക്ഷെ പപ്പ അങ്ങനെ അറിഞ്ഞ് തരാനുള്ള വരുമാനം ഇല്ല, പപ്പയുടെ കയ്യിലില്ല. പക്ഷെ ആ പപ്പ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനും എടുക്കാനും എല്ലാം ഉപയോഗിക്കും. ആ തുച്ഛമായ വരുമാനത്തിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു സ്ഥലവും വീടും ഒക്കെ മേടിച്ചു. വലിയ കടങ്ങളൊന്നും ഇല്ലായിരുന്നു, വലിയ ബാധ്യതകളോ വലിയ കടങ്ങളില്ലാതെ അത് മേടിക്കാൻ കൃപയാൽ ഇടവന്നു വിവാഹത്തിന് മുമ്പേ. പക്ഷെ ആ വിവാഹം 2000-ലാണ് കഴിഞ്ഞത്. അതുവരെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം എന്ന് വെച്ചാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണം. എൻ്റെ പിതാവിനോട് പറയുമായിരുന്നു, എനിക്ക് സുവിശേഷ വേല ചെയ്യുന്ന ഒരാളിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഓക്കെ, ഞാൻ സുവിശേഷ വേല. അപ്പം എന്നോട് മമ്മി പറയുമായിരുന്നു, ഒരു ഇൻഷുറൻസ് നീ എടുക്കാം. അന്നൊക്കെ നമുക്ക് LIC ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു, ഞാൻ ഇൻഷുറൻസ് എടുത്താൽ സുവിശേഷ വേലക്കാരനെ കെട്ടി പോകുമ്പോൾ ഈ ഇൻഷുറൻസ് എല്ലാം പിന്നെ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്തോ ചെയ്യും. അപ്പൊ അങ്ങനെ അത് അങ്ങനെ എടുത്തില്ല ഞാൻ. അതെന്റെ വിശ്വാസത്തിന്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഈ 92 മുതൽ 2000 വരെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഇൻഷുറൻസ് എടുക്കാത്തത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. അന്നേരം ഞാൻ വേല ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇൻഷുറൻസ് വേണ്ട. അത് കഴിഞ്ഞപ്പം ആങ്ങളെ പിന്നെ ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ ആങ്ങളയുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷെ അവൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി അവിടെ ബാംഗ്ലൂരിലെ ഒരു അഗ്ര ആ ഏരിയയിൽ അവിടെ ഒരു ചർച്ചും, അവിടെ ഓരോ വീടുകളിൽ കന്നഡക്കാരുടെ വീടുകളിൽ ചെന്ന്, വിഗ്രഹാരാധികളുടെ വീടുകളിൽ ചെന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു ആരാധന നടത്തി. അവർക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ഓരോ വീടുകളും ചെന്നിരുന്ന് കഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ കേട്ടത്, അവരുടെ വിശ്വാസി പറഞ്ഞതാണ്, പാസ്റ്റർ ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചായയും ഒരു ബന്നും ആരെങ്കിലും മേടിച്ച് തന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും അവൻ ഈ പറഞ്ഞ പോലെ ഞാനും അതെ, ആങ്ങളെ അതെ, ഭയങ്കര ഈഗോയാ. ഇന്ന് വരെ ഞാൻ ഇവിടെ അമേരിക്കയിലായിട്ട് പോലും എന്നോട് ഇന്ന ആവശ്യമുണ്ടെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യരോടും ചോദിക്കത്തില്ല. ആർക്ക് വേണമെങ്കിലും തന്നാൽ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അത് 2 ഇൻസിഡന്റ് ആണ് അവൻ ജീവിതത്തിൽ ഉണ്ടായത്. കുഞ്ഞിന് കോളേജിൽ പഠിക്കാൻ വെച്ചിരുന്ന പൈസ ഒരാൾ വന്ന് ചോദിച്ചു, അത് എടുത്തു കൊടുത്തു, അവരുടെ ആവശ്യത്തിന് എടുത്തു കൊടുത്തു. പിറ്റേ ദിവസം തിരിച്ചു ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്കറിയാമല്ലോ കന്നഡക്കാരല്ലേ, അപ്പൊ അവര് പറഞ്ഞു, എൻ്റെ ഭാര്യയെ പിടിക്കാൻ വന്നെന്ന്. അവൻ ആ പൈസ ചോദിക്കാനേ പറ്റിയില്ല, തിരിച്ചിങ്ങി പോന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്നെ വാവിട്ട് കരയിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഈ വേല ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും, ഞാൻ എങ്ങോട്ട് ഓടിപ്പോയി, ഇത് വിട്ടേച്ചു പോകണോ, എന്നോട് ഇങ്ങനെയാണ് ആൾക്കാർ ബിഹേവ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാരമില്ല, നിന്നെക്കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി. പിന്നെ രണ്ടാമതൊരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, ഈ കുഞ്ഞിന് ഫീസ് അടയ്ക്കണം, ഇളയ കുഞ്ഞിന് ഫീസ് അടയ്ക്കണം. ഈ കുഞ്ഞിന് ഫീസ് അടയ്ക്കേണ്ട പൈസ എടുത്ത് ഒരാൾ സർജറി ഉണ്ടായിരുന്നു, അവരുടെ കിഡ്നി ഏതുകൊണ്ട് സർജറി ആയിരുന്നു. ഇത് കൊടുത്തിട്ട് കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല, ഫീസ് അടയ്ക്കാൻ കഴിയാതെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ അനിയത്തിയെ വിളിച്ചു പറഞ്ഞു, എന്തിനാ ഈ ചാച്ചൻ ഈ പണിയെല്ലാം ചെയ്യുന്നേ, അവർക്ക് കുഞ്ഞിന് ഫീസ് അടയ്ക്കാനുള്ള പൈസ എടുത്ത് എന്തിനാ അവർക്ക് കൊടുത്തേ. അങ്ങനെ മാത്രം സ്വന്തം കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ തൊട്ടുവിടുവാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം, ആങ്ങളുടെ വിവാഹം ഒരേ വർഷമായിരുന്നു. 2000 തന്നെ, 2000 സെപ്റ്റംബർ 7 അവരുടെ വിവാഹം, ഞങ്ങളുടെ വിവാഹം 27 അങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ടെസ്റ്റ് മണിയും കൂടെ ഉള്ളത്. ഈ ഞങ്ങളുടെ ജീവിതത്തില്
ഈ പ്രേമ ചേച്ചിക്ക് ഞാൻ പറഞ്ഞ പ്രേമ സിസ്റ്റർ പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ട്. അപ്പം ഞങ്ങളെ ജോലി സ്ഥലത്തല്ല, ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കാൻ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് നമുക്ക് പൈസ വേണമല്ലോ ഫോൺ വിളിക്കണമെങ്കിൽ. അപ്പം ഞങ്ങൾ മിസ് കോൾ അടിക്കും. 4 മണിയാകുമ്പോൾ മിസ് കോൾ അടിച്ചേച്ച് പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നോക്കി. അങ്ങനെ നല്ലൊരു പ്രയർ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഗ്രൂപ്പായിരുന്നു അത്. ഒരു പ്രാവശ്യം ഈ പ്രേമ സിസ്റ്ററിന് ശ്വാസം മുട്ടലായിട്ട് അവിടെ താഴെ വീണു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരും. അപ്പൊ ഇവർ താഴെ വീണു. അപ്പൊ ഞങ്ങളെല്ലാം കണ്ണി കാണിച്ചു വിശ്വാസികൾ നമുക്ക് ഓട്ടോയിൽ കൊണ്ടുപോകാന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ വേണമെന്ന് പറയും, ഈ ശ്വാസം മുട്ടലിന്റെ സ്പ്രേ ഉണ്ടല്ലോ അത് വേണമെന്ന് പറയും. അപ്പൊ അത് അടിച്ചു കൊടുക്കും. ഞങ്ങൾ പറയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ പറഞ്ഞു. വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ അത് കാണിച്ചതെന്ന് അറിയത്തില്ല. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു പാവിരിച്ച് തലേനേം വെച്ച് ഞങ്ങൾ ചുറ്റും ഇരുന്ന് ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ആശ്വാസമായി. അപ്പം ഞങ്ങൾ പിന്നെ ആ പാസ്റ്റർ, അവരുടെ പാസ്റ്റർ വേണിക്കുട്ടൻ പാസ്റ്റർ ആയിരുന്നു, ആ പാസ്റ്ററോട് പറഞ്ഞു വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരുടെ വിശ്വാസം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുമ്പോൾ അതൊരു വലിയ ചലഞ്ചാണ്. അന്ന് ഒരു പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തുവായിരുന്നു. അതൊന്നും ഓർക്കാതെ ഞങ്ങൾ ആ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു. അങ്ങനെ നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ ആ 17 വർഷം ജോലി ചെയ്തെങ്കിലും ആ സമയത്ത് നല്ല പ്രയർ പാർട്ട്നേഴ്സ്, നല്ല പ്രയർ ഫ്രണ്ട്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ എല്ലാം ദൈവം കൃപ തന്നു. 2000 വിവാഹം നടന്നു. പിന്നെ ഞങ്ങളുടെ അച്ഛൻ അന്നേരം ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നു. മാസ്റ്റേഴ്സിന് പഠിക്കുമ്പം വന്നു. അപ്പൊ ഞങ്ങളുടെ വിവാഹമായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പഠിക്കാൻ പോയി. അപ്പോഴും എനിക്ക് ബേർഡൻ എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് അങ്ങനെ ഒരു കടബാധ്യതയിൽ ഏർപ്പെട്ടു. പിതാവിനോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു പപ്പ ഇതിന് വേണ്ട. അപ്പം പപ്പ ഒരു കടബാധ്യതയിൽ എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയും അല്ലാത്ത ഒരാളുമായിട്ട് കടബാധ്യതയിൽ ഏർപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പപ്പ ഇത് അവരോട് ചോദിക്കാൻ പോലെ, അത് ചോദിക്കാൻ പിന്നെയും പൈസ കൊടുക്കണം, അങ്ങനത്തെ ഒരു ബാധ്യതയിലകപ്പെട്ടു. അപ്പൊ ഞങ്ങള് പപ്പയ്ക്ക് ഞാനാണ് ഫുള്ള് സപ്പോർട്ടും, ഞാനാണ് ഫുള്ള് സ്പോയിൽ ചെയ്തതെല്ലാം ഞാൻ തന്നെയാണ്. ബിക്കോസ് ഞാനാണ് പൈസ കൊണ്ട് കൊടുക്കുന്നത്. പൈസ കൊടുക്കുമ്പോഴും ഞാൻ പറയും പപ്പ ഇവിടം കൊണ്ട് അവസാനിക്കും, നമുക്ക് ദൈവം വഴി തുറക്കും. അങ്ങനെ ഞങ്ങൾക്ക് മേടിച്ച സ്ഥലവും അതിൻ്റെ എല്ലാം ഞങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടമായി അത് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പപ്പയോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പപ്പ ഇനി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഉള്ള സാമ്പത്തിക വഴികളെല്ലാം സ്വർഗം തുറന്നെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു പുകഴ്ചയും പറയാൻ എനിക്കില്ല. ബിക്കോസ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് എന്തോ പറയുന്നത്, നമുക്കറിയാലോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് 2000 വിവാഹം കഴിഞ്ഞു. 2001 ഒരു മോള് ജനിച്ചു. 2003 ഞങ്ങൾക്ക് ഒരു കുഞ്ഞൂടുണ്ടായി. അത് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിട്ട് ആ കുഞ്ഞ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ആൺകുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞങ്ങളുടെ എഴുത്ത പോലെ പുസ്തകം എടുക്കാൻ ഞങ്ങൾക്കൊരു ഒരു ആൺകുഞ്ഞിനെയും കൂടെ തരണമെന്ന്. ദൈവം അങ്ങനെ കൃപയാൽ 2005 ഒരു കുഞ്ഞിനെ തന്നു. ഇതിന് മുമ്പായിട്ട് അച്ഛൻ പഠിച്ചു കഴിഞ്ഞു. പഠിപ്പിക്കാൻ പോയപ്പോൾ ആദ്യത്തെ ശമ്പളം, എനിക്ക് പറയാൻ ഒരു ലജ്ജയില്ല, 300 രൂപയാണ് ശമ്പളം കിട്ടിയത്. അപ്പൊ എൻ്റെ ജോലി ചെയ്ത പൈസയും കൊണ്ട് വേണം അവിടെ പഠിപ്പിക്കാൻ പോകാൻ. ഞാൻ പല ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്തിനാ ഈ 300 രൂപയും മേടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഞാൻ മേടിക്കും, അച്ഛൻ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതും കൊണ്ട് അച്ഛൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ആ സമയത്താണ് ഒരു ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് പറഞ്ഞു, മോനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അന്നേരം സാമ്പത്തികമായിട്ടല്ല ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. പപ്പ ഈ കടബാധ്യതയിൽ ഏർപ്പെട്ടത് കൊണ്ട് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സഫർ ചെയ്തേണ്ടി വന്നു. പക്ഷെ അച്ഛന് ഒത്തിരി സഹിക്കുന്നതായതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ തമ്മിൽ പൈസ കാര്യങ്ങൾ, ഇത്രയും കടബാധ്യതകളുണ്ടായി പൈസ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ഇഷ്യൂവോ വഴക്കോ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല, അതുണ്ടായിട്ടുമില്ല.
അത് കഴിഞ്ഞ് ഈ സമയത്ത് പിന്നെയാണ് ഞങ്ങൾക്ക് ഇച്ചിരൂടെ വരുമാനം കൂടി. പിന്നെ വീട്ടിലെ കഷ്ടതകൾ ഇച്ചിരി മാറി തുടങ്ങി കഴിഞ്ഞ് ഈ മോൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു 21 ദിവസം ഉപവാസം എടുത്തു. അപ്പൊ ഞങ്ങളുടെ ആൺതലമുറയെ തരത്തില്ലെന്ന് ശത്രു വാദിച്ചത് അത് അഴിഞ്ഞു മാറിയിട്ടാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകുന്ന പിള്ളേരും എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകും, അത് കാരണം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഉപവാസം എടുത്തിട്ട് പിന്നെ കൺസീവ് ആയപ്പോൾ ഞാൻ ഡോക്ടർ ചെന്നപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവന് ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ ശത്രു അവന് പ്രാണനോട് പോരാടുമെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ ആലോചന കേട്ടതുകൊണ്ട് അവന്റെ പ്രഗ്നൻസി ടൈമിലെല്ലാം ഉപവാസം എടുക്കാൻ ദൈവം കൃപ തന്നു. പക്ഷെ അവൻ ജനിച്ചത് 2005 നവംബർ 3 ജനിച്ചത്. ആ നവംബർ 3 ജനിച്ചപ്പം ഇവന് ജനിച്ച ആ നിമിഷം മുതൽ ഇവന് ഒരു വില്ലൻ ചുമയായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോക്കോ, ഇവനെ 3 മാസം കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോകത്തിലുള്ള അവിടെയുള്ള എല്ലാ വൈദ്യന്മാരെയും ഞങ്ങൾ നോക്കി. ഇവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ 7 എടുക്കുന്നുണ്ട്, 21 എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ഉപവാസത്തിനും കുറവില്ല, പ്രാർത്ഥനയ്ക്കും കുറവില്ല. ഈ കുഞ്ഞിന് ഒരു വ്യത്യാസമില്ല. ഇവന് തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു പഴമോ ഫ്രൂട്ട്സോ യാതൊന്നും ഈ കുഞ്ഞിന് കഴിക്കാൻ പറ്റത്തില്ല. അന്ന് രാത്രി ചുമയ്ക്കും. ഒരു കാറ്റടിക്കാൻ പറ്റത്തില്ല. അന്ന് രാത്രി മുഴുവനും അവന് ചുമയായിരിക്കും. അങ്ങനെ ഒരു പ്രയാസത്തിൽ കൂടെ കുഞ്ഞ് കടന്നുപോയപ്പോഴത്തേനും അതിന്റെ അങ്ങനെ കുഞ്ഞ് വല്ലാത്തൊരു അസ്വസ്ഥയിൽ പോയി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ജോലിക്ക് ഇവനെ പോകുമ്പം ഇടയ്ക്ക് ഞാൻ ഒന്ന് കൊണ്ടുപോകാമായിരുന്നു, അവിടെ ബേബി സിറ്റിംഗ് ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവന് ഭയങ്കര കുരുത്തക്കേടെന്ന് വെച്ചാൽ എല്ലാ പിള്ളേരെയും അടിക്കും. അപ്പൊ ഈ ഇത്രയും വയ്യാതിരുന്നിട്ട് പോലും ഇവൻ പിള്ളേരെ അടിക്കും. അങ്ങനെ അടിക്കും. ഒരു ദിവസം ഇവനെ ഞാൻ ജോലി കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പം അവിടെ എല്ലാവരും ഭയങ്കര ബഹളം. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന്. ഇവന്റെ കണ്ണിങ്ങ് മറഞ്ഞിങ്ങനെ പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ബീന എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഈ കുഞ്ഞിനെ എടുത്ത് പരിസരം ഒന്നും നോക്കിയില്ല, അവനെ കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവന്റെ കണ്ണ് നേരെയായി. പിന്നെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ട്രീറ്റ് ചെയ്തു. ദൈവം അവിടെ നിന്ന് ഒരു പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ് കൊണ്ടാണ്. വേറൊരു സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഇവനെ കാർപോർച്ചയിൽ ബോഡി ഇവനെ കിടത്തിയിരിക്കുന്ന ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം ആ മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. അത് കഴിഞ്ഞ് ഈ ചുമയും തണുപ്പാണ് അവന് അന്ന് കണ്ണത് മറഞ്ഞു പോകാൻ ഫിക്സ് പോലെ വന്നതിന് കാര്യം. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് ഇത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഓർത്തു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പല രാജ്യങ്ങളിൽ സ്കോളർഷിപ്പ് ഉണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ അന്യനാട്ടിലിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം ഉണ്ടല്ലോ, പിന്നെന്താ കിട്ടുന്ന പൈസ ബാലൻസ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ള കോളേജിൽ, ലോകത്തിലുള്ള 21 കോളേജിൽ അച്ഛൻ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിൽ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഒരു സിസ്റ്റർ ഷൈല എന്ന് പറഞ്ഞൊരു സിസ്റ്റർ വന്നു, പ്രവാചികയാണ്. പുള്ളിക്കാരത്തി വന്നു, പ്രാർത്ഥിച്ച് പാസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കോളേജ് റെസ്പോണ്ട് ചെയ്യും, അത് 3 സൈഡ് വെള്ളവും 1 സൈഡ് ലാൻഡും ഉള്ളതായിരിക്കും. ഒരു കോളേജ് റെസ്പോണ്ട് ചെയ്യും, നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യരുത്, അത് നിങ്ങൾക്ക് ദൈവം തുറക്കുന്ന വഴിയാണ്. അങ്ങനെ ആലോചന പറഞ്ഞു. പക്ഷെ ആലോചന പറഞ്ഞ് എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ആലോചന പറഞ്ഞ് ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ആള് പുറത്ത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ ഉപവാസം തുടങ്ങും. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയം ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരോ വഴികൾ ഇങ്ങനെ ആ പേപ്പർ വർക്ക് ഇവര് ഫ്ലോറിഡ എന്ന് ഒരു കോളേജിൽ നിന്ന് ഞങ്ങളെ പേപ്പർ വർക്ക് അയച്ചു തരുമ്പം അച്ഛൻ പിന്നെയും തടസ്സങ്ങൾ പറഞ്ഞപ്പോഴും അവിടെ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ബിജു ഇങ്ങനൊന്നും പറയല്ലേ, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ നടുക്കാണ് ഈ മോൻ ഈ അസുഖം ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം 4 മണിക്ക്, സാധാരണ ഞാൻ 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. ആ 4 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഇവന് ബെഡ്റൂമിൽ കിടന്നുറങ്ങുക. ഇവന് പ്രാർത്ഥന ഞാൻ തുടങ്ങിയതും ഇവൻ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഇരുന്ന ഷീറ്റ് ഞാനത് നീർത്ത് വീരിച്ചിട്ടേച്ച് ഞാൻ അവിടെ കിടന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത് നീ കേട്ടോ, ഈ ചുമ നീ കേട്ടോ,
എൻ്റെ കുഞ്ഞിനെ എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചു, ഈ ചുമ നീ കേട്ടോ എന്ന് ചോദിച്ചു. ആ സെക്കൻഡിൽ അവന്റെ ചുമ വിട്ടുമാറി. അതിൽ പിന്നെ അവന് തണുപ്പോ രോഗമോ യാതൊരു പ്രയാസങ്ങളും അവന് ഉണ്ടായിട്ടില്ല. അവനെ ദൈവം പൂർണ്ണമായിട്ട് അതിനുശേഷം യാതൊരു രോഗങ്ങളും ഉണ്ടായിട്ടില്ല. അവനെ ദൈവം പൂർണ്ണമായിട്ട് ആരോഗ്യത്തോടെ ബലത്തോടെ അവനെ വിടുവിച്ചു. ദൈവം ആരോഗ്യത്തോടെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അമേരിക്കയിൽ വരണം. ഈ വരുന്ന സമയത്ത് നമുക്കറിയാലോ, അമേരിക്കയിൽ വരണമെങ്കിലും നല്ല പൈസ വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ കടത്തിന്റെ പുറത്തും നിൽക്കുന്നു, വാക്തത്വമുണ്ട്, പക്ഷേ കടമുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ എല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചത് ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചു. ഈ മോളുണ്ടായിക്കഴിഞ്ഞ്, മൂത്ത മോളുണ്ടായിക്കഴിഞ്ഞ് രണ്ടാമത്തെ മോൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ 2 മണി രാത്രിക്കൊക്കെ ഞെട്ടി എഴുന്നേക്കും. ഞാൻ ഓർക്കും ഇത് എന്തുകൊണ്ട് പോരാട്ടമാണ്, ഞാൻ കിടന്നുറങ്ങും. അപ്പം ഒരു ദിവസം ഒരു ദേവദാസൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ചുമ്മാ അല്ല ഉണർത്തുന്നേ, നിന്നെ തട്ടി ഉണർത്തുക പ്രാർത്ഥിക്കാനാണ്. അന്നേരം എനിക്ക് റിയലൈസ് ചെയ്തു എന്നെ ദൈവം നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ടല്ലോ, 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, 10 മണിയാകുമ്പോൾ കിടക്കുക, നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം ഞാൻ ദൈവം ഉണർത്തുന്ന സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇതിനുള്ള സാമ്പത്തിക വഴികളൊന്നുമില്ല, ഒരു വാതിലുമില്ല. പിന്നെ ഇവർ ചോദിക്കുന്നത് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് അല്പമായിട്ടുള്ളൊരു ദൈവം സഹായിച്ച സ്ഥലം ഉണ്ടായിരുന്നു, അതിനെ വിറ്റു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആങ്ങളെയും അനിയത്തിയും പപ്പയും മമ്മയും എല്ലാം സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വഴി തുറക്കുന്നതാണല്ലോ, അപ്പൊ ആ വഴിയിൽ പോയാൽ നമുക്കൂടെ ഒരു വിടുതലാണല്ലോ എന്നോർത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കൃപയാൽ അങ്ങനെ അവർ ചോദിച്ച പൈസ അയച്ചു കൊടുത്തു. നമ്മളൊന്നും കാണാതെയാണ് അയച്ചു കൊടുത്തത്. ഒരു മനുഷ്യനെ ഇവിടെ ഉള്ള ആരെ അറിയത്തില്ല, പേപ്പർ വർക്കുകൾ അറിയത്തില്ല. അവര് നമ്മളെ പേപ്പർ ഇഗ്നോർ ചെയ്താൽ നമ്മുടെ പൈസ പോയി. ഈ കടത്തിന്റെ പുറത്ത് പൈസയും പോയി. പക്ഷെ അത് വിശ്വാസത്തിൽ ഞങ്ങൾ അത് ചെയ്തു. അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ഒരു മനുഷ്യരോടും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ മദ്രാസിൽ പോകണമെങ്കിൽ നമുക്ക് 1.5 ലക്ഷം ഇവിടെ ബാങ്കിലിട്ട് കാണിക്കണമല്ലോ. കാണിച്ചാലേ നമുക്ക് ബാങ്കിൽ അവിടെ പോകാൻ പറ്റും. പക്ഷെ ഇതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഒത്തിരി പേരോട് ചോദിച്ചു. ഞങ്ങളെ അന്ന് അറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് വേണമോ, അല്ലെങ്കിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് അങ്ങനെ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തന്നെ പഠിപ്പിച്ചു. ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം, എന്നെ ഒത്തിരി ഹേർട്ടായ ഒരു ഇൻസിഡന്റ്. അത് പറയരുതെന്നാ ദൈവാത്മാവ് പറഞ്ഞേ, പക്ഷെ ഞാൻ ആളും പേരും പറയത്തില്ല. പക്ഷെ ആ ഇൻസിഡൻസിൽ കൂടെ ദൈവം ഞങ്ങളെ പണിതെടുത്തത് ഞാൻ പറയാം. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ആദ്യമേ പറഞ്ഞു, നിനക്ക് വേദന ഉള്ള കാര്യങ്ങളൊന്നും പറയരുത്, വേദന വന്ന കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരിക്കൽ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കാന്ന് പറഞ്ഞു, ഉള്ള ഒരു ദേവദാസന സഹായിക്കാന്ന് പറഞ്ഞു. സഹായിക്കാന്ന് പറഞ്ഞപ്പം പറഞ്ഞിട്ട് എപ്പോഴും പറയും, നിങ്ങൾ എന്തിനാ അമേരിക്കയിൽ പോകുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിലാ, 10-75 വയസ്സുണ്ട്, പൈസയുണ്ട്. അപ്പം ഞങ്ങൾ അന്നേരം എന്നും ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങളെ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. മേക്ക് ഷുവർ ചെയ്യാൻ ഓക്കെ ആണോ, പ്രായം ഉണ്ടല്ലോ എന്ന് ഓക്കെ ആണോ എന്നും ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പൈസക്ക് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ, എൻ്റെ അടുത്ത് വന്നിരുന്നു 2 പേരും കൂടെ ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നാളെ രാവിലെ 40,000 രൂപ നിങ്ങൾക്ക് തരാം. അത് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ ബാങ്കിൽ പൈസയുണ്ട്, എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ സോപ്പിട്ടു. ബിക്കോസ് ഞാൻ അങ്ങനെ അടുക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട ഞാൻ ജസ്റ്റ് ഹായ് ബായ് പറയത്തുള്ളൂ, അടുക്കത്തില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും സഹിച്ചിരിക്കണം, നാളെ രാവിലെ നമുക്ക് 40,000 രൂപ കിട്ടും. നീ എന്ത് പറഞ്ഞാലും യെസ് മാത്രമേ പറയാ, വേറൊന്നും പറയരുത്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും രാത്രി അവിടെ ചെന്നിരുന്നു, പാസ്റ്റർ എടുത്തിരുന്നു, പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അമേരിക്കയിൽ പോകുന്നത്, കർത്താവ് വരാറായി, അമേരിക്കയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി, നിങ്ങൾ കർത്താവ് വരാറായല്ലോ എന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം മിണ്ടാതെ ക്ഷമയോടെ കേട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ ബിജു പാസ്റ്റർ എൻ്റെ കൂടെ വരണം. അച്ഛൻ അന്നേരം ബൈക്ക് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വരണം, ഞാൻ 40,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തു തരാന്ന്. അച്ഛൻ വലിയ കാര്യത്തിൽ സന്തോഷത്തിൽ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു തരുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇറക്കി. പുള്ളി എന്ത് ചെയ്തു, ബാങ്ക് മാനേജറുടെ നേരെ ചെന്നിട്ട് പുള്ളി പറയാ, ഈ ആളിന് 40,000 രൂപ കൊടുക്കണമെന്ന്. അച്ഛൻ അവിടുത്തെ അക്കൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പം അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ അതുപോലെ അച്ഛൻ പറഞ്ഞു, എനിക്ക് വഴിയിൽ ഇറക്കി വിടാനുള്ള ദേഷ്യമായിരുന്നു, പക്ഷെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് അതുപോലെ വീട്ടിൽ വിട്ടുവന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ആ മനുഷ്യനെ കാണുമ്പോൾ മുഖത്ത് നോക്കുവോ മിണ്ടുവോ ചെയ്യരുത്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ അച്ഛൻ്റെ ഒരു സ്വഭാവം ഉള്ളത്, അന്നേരം എന്തെല്ലാം അടിച്ചാലും തിരിച്ച് പിന്നെ അവരെ കാണുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ രാവിലെ അച്ഛൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പം എന്തായാലും അത് അവിടെ
പക്ഷെ ആ വഴി അറിഞ്ഞ, പക്ഷെ എനിക്ക് വേറൊരു വഴി തുറന്നു. എൻ്റെ അനിയത്തിയുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ, അവരും ഞാൻ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ടില്ല, അതിനുശേഷം അതിനു മുമ്പും കണ്ടിട്ടില്ല. അപ്പൊ ഇവള് പറഞ്ഞു, എൻ്റെ ചേച്ചി ഇങ്ങനെ പോവുക, ഇതുപോലൊരു കടബാധ്യതയോ ഇതുപോലെ പൈസ കുറച്ച് ഇട്ട് കാണിക്കണമെന്ന്. അപ്പൊ അവര് ബന്ധുക്കോസ് വിശ്വാസികളൊന്നും അല്ല അവര്. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചിയോട് വീട്ടിൽ വരാൻ പറ, ഞങ്ങൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അവര് മിലിറ്ററിന്ന് വന്നത്, ആ സഹോദരൻ മിലിറ്ററിന്ന് വന്നത്. ആ സഹോദരൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി ചേച്ചി, എന്നെ ചേച്ചി എന്നാ വിളിച്ച, ചേച്ചി കൊണ്ടുപോയി ഇത് കാര്യങ്ങൾ നടത്താൻ പറഞ്ഞു. ആ പുള്ളിയുടെ അപ്പന്റെ സർജറിക്കുള്ള പൈസയായിരുന്നു. ഞങ്ങൾക്ക് 80,000 രൂപ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ ദൈവം എത്ര വിശ്വസ്തന. ഞാൻ പലപ്പോഴും സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഈ ലോകത്തിലൊക്കെ എത്ര ആന നിനക്കുണ്ട്? ഒരു ആനയെ വിറ്റാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്താനുള്ളൂ. ഇതൊക്കെ ഞാൻ ദൈവത്തോട് സിമ്പിളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അവർ തന്നു, ഒന്നും കാണാതെ, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒന്നും ചെയ്യാതെ, എന്നെ അറിയത്തുപോലും ഇല്ലാത്ത ഒരു മനുഷ്യർ 80,000 രൂപ കയ്യിൽ തന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അവരുടെ പിതാവിന്റെ സർജറിക്കുള്ള പൈസയാണ് എനിക്ക് എടുത്തു തന്നത്. ഞാനിപ്പോ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ അറിയത്തില്ല അവർക്ക്. എന്നിട്ടും ദൈവം അവരിൽ കൊടുത്തൊരു ഒരു നല്ലൊരു മനസ്സ് ദൈവം അവരെ അങ്ങനെ സഹായിച്ചു. അങ്ങനെ കൃപയാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അച്ഛന് ഇങ്ങനെ ഇവിടെ വന്നു. ദൈവം അങ്ങനെ ഒരു വഴി തുറന്നു. ദൈവത്തിന്റെ വാക്തത്വം ആയതുകൊണ്ട് ദൈവം ഒരു വഴി തുറന്നു. ഇവിടെ വന്ന് അച്ഛൻ വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുവാന്ന്. എന്താന്ന് കാര്യം എന്ന് വെച്ചാൽ, ഇവര് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും 5 ഏക്കർ സ്ഥലമുണ്ട് ആ സായിപ്പിന്. 5 ഏക്കർ സ്ഥലമുണ്ട്. ഭയങ്കര ഒരു ഹോൾഡ് ഉള്ള ഒരു മനുഷ്യനാണ്. പോലീസും കാര്യങ്ങളും എല്ലാം, മക്കളൊക്കെ പോലീസാണ്. അത്രയും ഹോൾഡ് ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ആ പുള്ളി ഭയങ്കര റേസിസ്റ്റ് ആണ്. റേസിസ്റ്റ് എന്ന് വെച്ചാൽ, ആ പുള്ളിക്ക് ആ വെള്ളക്കാരല്ലാതെ ബാക്കി എല്ലാവരും കഷ്ടപ്പെടുന്നത് ആ പുള്ളിക്ക് സന്തോഷമാണ്. അങ്ങനെ ഇങ്ങനെ ഒത്തിരിയും പിള്ളേരെ ഇതുപോലെ ഹയർ ചെയ്തിട്ട് അവരെ പിന്നെ എല്ലാവരും കളക്ട് ചെയ്ത് പൈസ പറഞ്ഞു പറയുന്ന ഫുഡോ അക്കോമഡേഷനോ ഇതെല്ലാം പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫുഡും കാണത്തില്ല, അക്കോമഡേഷനും കാണത്തില്ല, പിന്നെ തുച്ഛമായ ഒരു വരുമാനം കാണും, പിന്നെ തിരിച്ചവർക്ക് പോകാനും പറ്റത്തില്ലാതെ പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ ഈ 5 ഏക്കർ സ്ഥലത്തിൽ ഈ മൾച്ചുണ്ടല്ലോ, നമ്മുടെ വുഡ് പീസസ്, ഈ മരത്തിന്റെയൊക്കെ അവിടെ ഇടുന്നത്, ഇപ്പൊ അത് ലോറിക്ക് പുള്ളി അടിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ മരത്തിന്റെ എല്ലാം ചൂട്ടിലിടണമെന്ന്. അപ്പൊ അച്ഛൻ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പം ഇതൊന്നും ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ചെന്ന് സ്റ്റുഡൻസ് വരാണ് ബാഗ് പോലും പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള ഇതിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി. പിന്നെ ടോയ്ലറ്റ് കഴുകണം, അവിടുത്തെ ജോലികളെല്ലാം ചെയ്യേണ്ടി വന്നു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, എടി ഞാൻ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, എന്തിനാ? ദൈവം വാക്തത്വം ചെയ്ത് അയച്ചതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വരും? പക്ഷെ ഈ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ അവിടെ ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ കെൻ യു ഗിവ് മീ ദ മണി ബാക്ക്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന്. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു, പെയ്ഡ് ഈസ് പെയ്ഡ് എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു വഴി അച്ഛനില്ല, അവിടെ സ്റ്റക്കായി. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അവിടെ ഇരുന്ന്, ഇപ്പൊ ഈ വീട്ടിലിരുന്ന് ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിക്കും. അങ്ങനെ സെപ്റ്റംബറിലാണ് അച്ഛൻ വന്നത്. സെപ്റ്റംബർ 30-നാണ് വന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജാനുവരി 5th ആയപ്പോൾ അച്ഛനോട് പറഞ്ഞു, ജാനുവരി 5th മുതൽ നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞു. പഠിപ്പിച്ച ഒരു പരിചയം ഉള്ളതുകൊണ്ട് അങ്ങനെ ജാനുവരി 5th പഠിപ്പിക്കണമെങ്കിൽ ഡിസംബർ അവസാനമായപ്പോഴത്തേന് അച്ഛൻ ഈ കൈ പൊക്കാൻ പറ്റാതെ, കൈ എഴുതാൻ പറ്റത്തില്ല, ആ ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് കൈ പൊക്കാൻ പറ്റില്ല. പിന്നെ പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ നന്മയുടെ പിന്നിലും ശത്രു ശക്തമായിട്ട് പോരാടും, ഒരു ചെറിയ വിഷയമാണെങ്കിലും. എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ അവസരം കൊടുത്തപ്പോൾ പിന്നെ കോളേജ്, ലൈബ്രറി, അങ്ങനെ അവിടെ എല്ലാ ബുക്സിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൊടുത്തപ്പോൾ പിന്നെ ടോയ്ലറ്റ് ഒന്നും കഴുകണ്ട, ചെടിക്ക് ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഒരു. അപ്പൊ ദൈവം ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി. ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ ഫുഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ഫുഡ് വരുമല്ലോ, ഇവിടെ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ എക്സ്പയർ ആകുന്ന സാധനം ഫ്രീ ആയിട്ട് കടകളിൽ ആൾക്കാർക്ക് കൊടുക്കും, അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഫുഡായിരുന്നു. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊന്നുമല്ല ഇവിടെ. ചുമ്മാ ഒരു മുളകും എരിവും ഒന്നും ഇല്ലാതെ വറുത്ത കോഴികളും അങ്ങനത്തെയാണ്. അച്ഛന് കഴിക്കത്തുമില്ല, കഴിക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച താമസിക്കാൻ ആ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ വീട്ടിലാണ് അക്കോമഡേഷൻ കൊടുത്തത്. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട്, ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും എല്ലാവരും വന്നുകൊണ്ട് ഒരു അപ്പാർട്ട്മെന്റ് അവർ താമസിച്ചു. അവരവിടെ താമസിച്ചു. അങ്ങനെ ഇരുന്നു. പിന്നെ അച്ഛനൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒന്നും കഴിക്കാനെന്ന് വെച്ചാൽ അവിടെ ആകെ കഴിക്കാൻ പറ്റുന്ന സാധനം പഴമാണ്. ഇത് മുഴുവൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കഴിച്ച് ഷുഗർ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിളിച്ചപ്പം
അച്ഛൻ ഇങ്ങനെ ബോധം മറഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ട്, ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചു, ദൈവമേ നിന്റെ ദൂതൻ ഇറങ്ങി വന്ന്, ഇവിടെ നമുക്ക് ആരുമില്ല, ഫ്ലോറിഡയിൽ ആരുമില്ല, അച്ഛൻ്റെ ഫോൺ നമ്പർ അല്ലാതെ ആ കോളേജിന്റെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. അപ്പം ഈ വിളിക്കുവാണെങ്കിൽ അച്ഛന് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവമേ നിന്റെ ദൂതൻ ഇറങ്ങി ഇവിടെ വിടുവിക്കണം എന്ന് അങ്ങനെ അച്ഛനെ സൗഖ്യമാക്കാൻ നിന്റെ ദൂതൻ ഇറങ്ങാൻ കഴിയും. ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് കൈ കോർത്ത് പിടിച്ച് വലിയ വായിൽക്കാരൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നാൻസി ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് പോയി. കോമായിലായിപ്പോയി. അവിടെ ഒരു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് പിന്നെ നടന്ന് വീട്ടിലോട്ട് വന്ന്. പിന്നെ അപ്പോഴാണ് കണ്ടുപിടിച്ചത് ഷുഗർ ഉണ്ടെന്ന്. വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പഴം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഷുഗർ കയറി പിടിച്ചു. അങ്ങനെ ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായത്. അതിൽ പിന്നെ ദൈവം ആ മരണത്തെ വിടുവിച്ചെന്ന് വെച്ചാൽ അച്ഛൻ്റെ പിതാവ് 38 വയസ്സിൽ മരിച്ചത്. ആ കറക്റ്റ് ആ ഏജ് ആയപ്പോഴത്തേനും ശത്രു അവിടെ കൊണ്ടുവന്നു. പക്ഷേ ദൈവം ആ നിലവിളി കേട്ടു, അവിടെ നിന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെ ആ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടി ഇത് ഈ വിസ അവിടെ ഉള്ളവർ പറഞ്ഞു ഇത് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്ന വിസ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വിസ ആയിരിക്കുമെന്ന്, ഇത് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്ന വിസയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്ന, ഞാൻ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല, ദൈവം എന്നോട് സംസാരിക്കാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ല, ബിക്കോസ് എനിക്ക് ദൈവം സംസാരിക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വന്ന് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ജോലി എനിക്ക് വിടാൻ പറ്റത്തില്ല, ജോലിയിൽ എനിക്ക് വലിയൊരു കടബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അന്ന് രാത്രി 9 മണിക്ക് ആങ്ങളെ കൊണ്ടുവന്നു. ആ ദൈവദാസൻ പറഞ്ഞു, പപ്പ ഈ കടബാധ്യതയിൽ അകപ്പെട്ടപ്പോൾ പപ്പയോട് പറഞ്ഞു, പാസ്റ്റർ ഈ കടബാധ്യതയിൽ നിന്ന് ഒഴിവാകണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, ഈ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ 6 മാസം ഒന്നിൽ പാരലൈസ് ആകും അല്ലെങ്കിൽ മരണപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ പപ്പയോട് ഞാൻ പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, എടി ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. അങ്ങനെ നമുക്കുണ്ടല്ലോ ചില ആൾക്കാർ ദൂത് പറഞ്ഞാൽ അങ്ങോട്ട് ഏറ്റെടുക്കത്തില്ല. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൂത് കേട്ട ഏതായാലും സാത്താൻ ഒരിക്കലും നമ്മളോട് പറയത്തില്ല പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന പറയത്തില്ല. അപ്പൊ നമ്മൾ അത് ഏറ്റെടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ദൈവം നമ്മളെ അവിടെ നിന്ന് ആ മരണം വരാനുള്ള മരണത്തെ നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അതിൽ നമുക്കൊരു നീക്കുപോക്ക് ദൈവം തരും. അങ്ങനെ കൃപയാൽ അത് കഴിഞ്ഞ് അന്നേരം ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ദേവദാസിന് കൊടുത്തു. അപ്പോൾ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ജോലി വിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പാസ്റ്റേ, ഞാൻ നിൽക്കുന്ന നിപ്പ്, അച്ഛൻ ഇപ്പം അങ്ങോട്ട് പോയി അച്ഛൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കടത്തിനകത്ത് നിൽക്കുക, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മൊത്തം സഹോദരിമാരാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ കന്നഡക്കാരാകുമ്പം അവരുടെ പൈസ അവർക്ക് എടുക്കണ്ട, അപ്പൊ അവരുടെ പൈസയിൽ നമ്മൾ കടം മേടിക്കും. കടം മേടിച്ചിട്ട് പലിശക്കാണ് കൊടുക്കുന്നത്, ആ പലിശയ്ക്ക് കൊടുക്കും, എന്നിട്ട് അടുത്ത ആളുടെ നിന്ന് മേടിച്ച് അടുത്ത ആളുടെ പലിശ കൊടുക്കും. ഇങ്ങനെ ഇവരുടെ നിന്ന് മേടിച്ചത്. അപ്പൊ ഈ 2 പേർക്കും കൊടുക്കാനില്ലാതെ ആകുമ്പോൾ ഒരു ദിവസം ഞാൻ അവധി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ആളാ. പക്ഷെ അന്ന് എനിക്കത് പറ്റിയില്ല. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്ക് ഈ കടം വീട് തീർക്കാനുണ്ട്, എനിക്ക് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടേച്ച് വന്നപ്പം തിരിച്ചു വരുന്ന വഴിക്ക് 2 സ്ഥലവും ആൾക്കാരെ കാണാനില്ല. അവിടെ കാണാനില്ലാതെ അവിടെ നമ്മുടെ കർണാടകയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഈ പാമ്പിന്റെ ചുറ്റും ഇങ്ങനെ നൂല് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അതിന്റെ മേളിലൊരു മരമുണ്ട്, ആ മരത്തിന്റെ അവിടെ അതൊരു മറയാണ് ഞാൻ കണ്ടത്. ആ മറയിൽ നിന്നുകൊണ്ട് എൻ്റെ യേശുവേ എനിക്ക് വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ നടന്നു വന്നത് ശരീരം മുഴുവനും വേദനയായിരുന്നു. അത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ ഒരു പൈശാചിക ശക്തിയാണല്ലോ, ആ ശക്തി അത് തട്ടിയപ്പോൾ അവൻ എന്നെ വേദനിപ്പിച്ച് വിട്ടതാണ്. അത് കഴിഞ്ഞ് എനിക്ക് കാല് നീര് വെച്ചു, ശരീരം മുഴുവനും നീര് വെച്ചു. ആങ്ങളെ നാത്തനും എല്ലാ ഹോസ്പിറ്റലിലെല്ലാം എന്നെ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഈ മരുന്നൊന്നും കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അപ്പം ജോലിക്ക് പോകുമ്പോൾ കാലെല്ലാം നീര് വെച്ചിരിക്കും. അപ്പൊ ജോലിയിൽ എല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും. അവളുടെ കിഡ്നി എല്ലാം ഫെയിലിയർ ആയതാ, അവള് ചുമ്മാ ദൈവത്തെ പറഞ്ഞുകൊണ്ടിരിക്കും, അവളുടെ കിഡ്നി ഫെയിലിയർ ആയതാ, കാലിന്റെ നീര് കണ്ടോ, കാലൊക്കെ നീര് വെച്ചിരിക്കുക, ഹോസ്പിറ്റലിൽ പോകാതെ നടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കതല്ല, എനിക്കിത് പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ, എനിക്ക് വേണ്ടി ആരെങ്കിലും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ, എനിക്കറിയാം നന്നായിട്ട്. അപ്പൊ ചർച്ചിലെല്ലാം നല്ല ആരാധനയുണ്ട്, ഞാൻ ചർച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചർച്ചിൽ പോകും വരും, ജോലി കഴിഞ്ഞിട്ട് ചർച്ചിൽ പോകും, അത് കഴിഞ്ഞ് വീട്ടിൽ വരും, എൻ്റെ മമ്മി പിള്ളേരെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ജോലിന്ന് ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നടക്കാൻ പറ്റാതെ വന്നുകൊണ്ടിരുന്നെ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രേമചേച്ചി എന്നോട് പറഞ്ഞു, എടി നിനക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതെ പോകും, നീ ഇപ്പം ഞാൻ നിന്നെ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും തർക്കം വേണ്ട, നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കും, പ്രാർത്ഥിക്കട്ടെ. പാസ്റ്റർ ദൈവാലോചന പറഞ്ഞ് ഇത് രോഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാം, ഇല്ല പോരാട്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ വന്നു, വേണിക്കുട്ടൻ പാസ്റ്ററാണ്. പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രേമചേച്ചി പറഞ്ഞു, നിന്റെ ശരീരത്തിൽ നിന്ന് ഏതാണ്ട് അഴിഞ്ഞു പോകുന്നു. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നടന്നു വന്നത് നോർമലായിട്ടാണ് നടന്നു വന്നത്. അപ്പം ആ ദൈവം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇത് പെട്ടെന്ന് വിട്ടുമാറത്തില്ല, നമുക്കറിയാം, നമുക്ക് ചില സർപ്പശക്തികൾ നമ്മുടെ ശരീരത്തെ ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ കാലും കയ്യും ഇടിച്ചു വീഴുന്ന വേദന നമുക്കറിയാം, ഇന്ത്യയിലുള്ളവർക്ക് നമുക്കറിയാം കാലും കയ്യിലും. പക്ഷെ നമ്മളത് ആരാധിച്ച് വിടുതലെടുക്കുമ്പോൾ നമുക്കതങ്ങ് മാറിപ്പോകും. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു, ഞാൻ നടന്നാ വന്നേ. പാസ്റ്റർ പറഞ്ഞു, ഒരു 7 ദിവസം ഉപവാസം എടുത്താലേ ഇത് മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് മാറത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 7 ദിവസം ഉപവാസം എടുത്ത് 7ാമത്തെ ദിവസം പൂർണ്ണമായിട്ട് എൻ്റെ കാലും എല്ലാം സൗഖ്യമായി, ദൈവനെ വിടുവിച്ചു. അത് കഴിഞ്ഞ് ഈ പാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം ഈ പാസ്റ്റർ വന്ന് ദൈവാലോചന എന്നോട് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞു പാസ്റ്റർ എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ കടബാധ്യതകളുണ്ട്. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, അപ്പൊ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ 7 ദിവസം ഉപവാസം എടുത്തപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജോലിയിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതുപോലെ അവധി എടുത്ത് പ്രാർത്ഥിക്കുവാണ്, എനിക്ക് ഒരു VRS വോളണ്ടറി റിട്ടയർമെന്റ് അവിടെ എഴുതിയിടണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇടും, പക്ഷെ എൻ്റെ സമയത്തിന് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ റിസൈൻ ചെയ്ത് വന്നാൽ എനിക്കൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഫാസ്റ്റിംഗ് എടുക്കുവാണ്, നിങ്ങളത് വേണം ശ്രദ്ധിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചു പറയണം, ഇങ്ങനെ വോളണ്ടറി റിട്ടയർമെന്റ് ഇടുവോന്ന്. അപ്പം ഞാൻ ആ ഫാസ്റ്റിംഗ് എടുത്ത് 7ാമത്തെ ദിവസം അല്ല വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും നോട്ടീസ് ബോർഡിൽ ഇട്ടു, വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നവർക്ക് എടുക്കാമെന്ന്. അപ്പം എനിക്ക് ആ കടബാധ്യത ഇല്ലാതെ, ഒരു പൈസ പോലും കടമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചത് അതത്ത് മാത്രമേ ഉള്ളൂ, എനിക്കൊരു പൈസ പോലും കടം കാണരുത്, എനിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയും വരണം, ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും തരുവാണെങ്കിൽ ഞാൻ ജോലി വിടാന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു. അങ്ങനെ ജോലി അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ വന്നു, അമേരിക്കയിൽ വന്നു കഴിഞ്ഞാണ് എൻ്റെ ലൈഫ് ഒത്തിരി മാറ്റം വന്നതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലോട്ട് വന്നു. അന്ന് വരെ പ്രാർത്ഥനയും ആരാധനയും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്നാര് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു. പക്ഷെ അന്നും ഇവിടെ വന്ന് 2009 സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 2009 സെപ്റ്റംബറിൽ വന്നപ്പോൾ ഞാൻ വന്ന് ആദ്യത്തെ ആരാധന ചെന്നപ്പോൾ ഇംഗ്ലീഷ് ചർച്ചില. അവിടെ ഒരു പിയാനോ ഉണ്ട്, അല്ലാതെ ഡ്രംസ് ഒന്നുമില്ല. അങ്ങനെ ഒരു കൺസർവേറ്റീവ് ചർച്ചായിരുന്നു. അപ്പൊ അവിടെ അവരെ ഇങ്ങനെ ഒന്നും ഒരു അല്ലേലിയോ പോലും ഉറക്കെ പറയുന്നില്ല. ഞാൻ ഓർത്തു, കർത്താവേ, ഇതെന്തൊരു കഷ്ടവാ, ദൈവം പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലത്തെ അവസ്ഥയല്ല ഇവിടെ ആകെ ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്, നീ വിചാരിക്കരുത് ഇവിടെ വന്നിട്ട് എന്തായെന്ന് എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ടുവന്നേ. എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു, സൺഡേ ആരാധിച്ചില്ലേലും കുഴപ്പമില്ല, ബാക്കിയുള്ള ദിവസം ഞാൻ വീട്ടിലിരിക്കുക. ഞാൻ ഡിപ്പെൻഡന്റ് വിസയിലായതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ആരാധിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ അന്നേരം ഈ ഫോണൊന്നും വിളിക്കണമെങ്കിൽ ഇന്ത്യ കോൾ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒത്തിരി പൈസ വേണം. അങ്ങനെയുള്ള ഇതൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനൊന്നും ആരെയും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഭാഷയിൽ അടുക്കളയിൽ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കാനും മണിക്കൂറുകൾ ആരാധിക്കാൻ. സ്കൂളിൽ പിള്ളേർ 8 മണിക്ക് പോകും, ഞാൻ 8 മണി തൊട്ട് അവർ 3 മണി വരെ. അച്ഛൻ ജോലി രാവിലെ 8 മണി തൊട്ട് 9 മണി വരെയാണ്. അച്ഛൻ രാത്രി വരുമ്പോൾ 9 മണിക്കാണ് വരുന്നത്. അപ്പൊ ഇതുവരെ എനിക്ക് 3 മണി വരെ പ്രാർത്ഥിക്കാം. പിന്നെ എനിക്ക് വീട്ടിലെ അടുക്കള പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലും എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടും. അവിടെ ഇരുന്ന് എന്നെ ആത്മാവിൽ ഇങ്ങനെ ആരാധിച്ചു പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. ആ ഒരു ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് കൃത്യമായിട്ട് സംസാരിക്കുമെന്ന് ദൈവം പറഞ്ഞതുപോലെ എന്നെ അവിടെ വന്നപ്പോഴത്തേന് എന്നെ ഒരു ട്രെയിനിങ് പീരീഡ് പോലെ ആയിരുന്നു എനിക്ക്. ദൈവം എന്നെ അവിടെ വെച്ച് പഠിപ്പിച്ചു എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചു ഒറ്റയ്ക്ക്. അപ്പം എനിക്കൊരു മലയാള
മലയാളികളെ ഞങ്ങൾക്ക് ആർക്കും എനിക്കും അച്ഛനും ഒരു മലയാളികളെ അറിയത്തില്ല, മൊത്തം അമേരിക്കൻസ് ആണ്. അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ആരാധനയാണ്, ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ, അവിടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഒരു മലയാളീസിനെയും കാണാനില്ല, നമുക്കൊന്ന് മലയാളം പറയാൻ പോലും ഒരു മലയാളീസിനെ കാണാനില്ല. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് എന്നെ പ്രാർത്ഥിക്കാൻ ദൈവം പഠിപ്പിച്ചു. മണിക്കൂറുകൾ അവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ച് പല കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും, അതനുസരിച്ച് പ്രാർത്ഥിക്കും, പിന്നെയും പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ സമയങ്ങളിൽ ദൈവം എന്നോട് പറഞ്ഞു മലയാളം വായിക്കണമെന്ന്. ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ കിടക്കുന്ന ഞാൻ എന്തിനാ ഇപ്പൊ മലയാളം വായിക്കുന്നത്? മലയാളികളുടെ അടുത്ത് പോകുന്നൊന്നും ഒരു അറിയത്തില്ല. അപ്പൊ ഞാൻ എന്തിനാ മലയാളം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു മലയാളം പഠിക്കണോ. അങ്ങനെ ബൈബിളൊക്കെ വായിച്ചെങ്കിലും നമുക്കറിയാം, കന്നഡ പഠിച്ചു വളർന്ന ആൾക്കാർക്ക് മലയാളം പഠിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതൊരു റിസ്ക് ആണ്. മലയാളം ഇച്ചിരി ഹാർഡുള്ള ഭാഷയായതുകൊണ്ട്. എനിവേ മലയാളം ഞാൻ പഠിച്ചില്ല. എന്തായാലും ദൈവം അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടെ നിർത്തി. ഒത്തിരി വിസയുടെ ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഞങ്ങൾക്ക് ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ കിട്ടുന്ന പൈസ, സാലറി കിട്ടുന്നത് നേരെ പേച്ചെക്ക് ടു പേച്ചെക്ക് വാടകയ്ക്ക് പോകും. വാടക കഴിഞ്ഞാൽ നമ്മുടെ വേറെ ആവശ്യങ്ങൾ, ഫുഡ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ആവശ്യങ്ങൾക്കൊന്നും നമുക്ക് പൈസ ഇല്ല. അങ്ങനെ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷെ വിസ ഞങ്ങൾക്ക് പല ഈ ഗ്രീൻ കാർഡ് കിട്ടേണ്ട പേപ്പർ വർക്കുകൾ ചെയ്ത് ഗ്രീൻ കാർഡ് ചെയ്യാം. പക്ഷെ അത് ചെയ്തു. ഇപ്പോൾ ലോറിയൊന്നും ഞങ്ങൾ പിടിച്ചില്ല. ലോറി പിടിച്ചാൽ അവർക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് അച്ഛൻ തന്നെ പേപ്പർ വർക്കുകൾ ചെയ്തു. പേപ്പർ വർക്കുകൾ ചെയ്തു 3, 4, 5 പ്രാവശ്യം ഡിനയലായി. ഇങ്ങനെ ഓരോ പ്രാവശ്യം ആകുമ്പോൾ ഡിനയൽ ആകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ചർച്ചിന് 501c എന്ന് പറഞ്ഞൊരു പേപ്പർ വർക്ക് ഉണ്ട്, അത് ടാക്സ് എക്സംപ്ഷൻ ആണ്. അത് ചെയ്തിട്ടില്ല ചർച്ച്. അത്രയും ഏക്കർ സ്ഥലമുണ്ട് പുള്ളി, ഓൾ ഇൻ ആള്, എന്നിട്ടും അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ട് ഈ ഗവൺമെന്റ് ഇതിനെ റിജക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിജക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ എവറി ടൈം റിജക്ട് ചെയ്യുമ്പോൾ അച്ഛൻ അയാളോട് ചെന്ന് പറയും ഇതൊന്ന് ചെയ്തു കൊടുക്കുക, ഇതൊന്ന്. അപ്പൊ അവിടുത്തെ ഒരു ഡോക്യുമെന്റ്സ് ഇയാൾ കൊടുക്കുന്നില്ല. ഈ പേപ്പർ വർക്ക് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മളിത് ചെയ്യുന്നു, റിജക്റ്റ് ആകുന്നു, നമ്മളിത് ചെയ്യുന്നു, റിജക്റ്റ് ആകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ ദൈവം പറഞ്ഞു, ഞങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഗ്രീൻ കാർഡ് തന്നെ, ഗ്രീൻ കാർഡ്. ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വേല ചെയ്യും, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റുകൊള്ളാം. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പം ഞങ്ങൾക്ക് ഒരു വലിയൊരു ചർച്ച്, 500 പേരുള്ള ഒരു ചർച്ച് പറഞ്ഞു, നിങ്ങൾ വന്നാൽ നിങ്ങളെ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാന്ന്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന്. അങ്ങനെ പോയില്ല. അതുകൊണ്ട് ആ ഒരു 500 പേരുള്ള അമേരിക്കൻ ചർച്ചാണ്, നല്ല സപ്പോർട്ട് ചെയ്യാനും നല്ല പ്രാഗൽഭ്യമുള്ള ഒരു ചർച്ചാണ്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അത് നിങ്ങൾക്കുള്ള വഴിയല്ല, നിങ്ങൾ പോകരുതെന്ന്. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ അവസ്ഥയിൽ വന്നതെന്ന് വെച്ചാൽ ഒരാഴ്ച ഗ്യാപ്പ്. ആ ഒരാഴ്ചക്കുള്ളിൽ ഒന്നിയിൽ ഞങ്ങൾ പേപ്പർ വർക്ക് ചെയ്ത് ലീഗൽ സ്റ്റാറ്റസിൽ വരണം, ഇല്ല എങ്കിൽ ഞങ്ങൾ ഇല്ലീഗൽ സ്റ്റാറ്റസ്. ഈ ഒരാഴ്ച ഗ്യാപ്പിനകത്ത് സംഭവിക്കുന്നത്. ഇനി പേപ്പർ വർക്ക് ചെയ്താലും ഞങ്ങൾ ലീഗൽ സ്റ്റാറ്റസ് ആകത്തില്ല. ഇത് റിജക്ട് ചെയ്ത് ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പേപ്പർ വർക്ക് കൊടുക്കുന്നില്ല അവർക്ക്. ഗവൺമെന്റ് ചോദിക്കുന്ന ഒരു പേപ്പർ വർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ഈ ആൾ ഞങ്ങൾക്ക് തരത്തില്ല. ഈ ആൾക്ക് ഞങ്ങൾ ഇല്ലീഗലായാലും പുള്ളിക്ക് ഒരു വലിയ വിഷമമൊന്നുമില്ല. പുള്ളി പറയുന്നത് നിങ്ങൾ ഇല്ലീഗലായിട്ട് താമസിച്ചോ കുഴപ്പമൊന്നുമില്ല, ഇവിടെ മെക്സിക്കൻസും എല്ലാം താമസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് താമസിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്ന്. ഇങ്ങനെ ആ പുള്ളി ഇത് ചെയ്തു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു പ്രാർത്ഥന, എൻ്റെ പാസ്റ്ററെ, സ്വർഗത്തിൽ ഞങ്ങൾ പോയോ സ്വർഗം ഇറങ്ങി വന്നോന്ന് അറിയത്തില്ല. ഞങ്ങൾ വലിയ വായിൽ നിലവിളിച്ചു, കർത്താവെ നീ ഈ പട്ടണത്തിൽ കൊണ്ട് നീ ഇല്ലീഗലായിട്ട് ഒരു ദിവസം ഈ ദേശത്ത് ഞങ്ങളെ താമസിക്കാൻ സമ്മതിക്കില്ലേ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇത്തിരി പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ, ഇവിടെ 70 വയസ്സുള്ളവരെല്ലാം പഠിക്കുന്നുണ്ട്. ഒത്തിരി 10-60 പേര് ആയിരുന്നു ആ സമയത്തേന്. കോളേജിലെ റെസ്പോൺസിബിലിറ്റി എല്ലാം കൊടുത്തപ്പോൾ 10-60 പേര് ബൈബിൾ സ്റ്റുഡൻസ്, ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാസ്റ്റർ, കംബോഡിയൻ പാസ്റ്റർ പറഞ്ഞു, എന്താ ബിജുവിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഇതുപോലെ എൻ്റെ ഒരു പേപ്പർ വർക്കിന് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ വെയിറ്റ് എ മിനിറ്റ്, ലെറ്റ് മീ ടോക്ക് ടു മൈ പാസ്റ്റർ എന്ന് പറഞ്ഞു. ആ പാസ്റ്റർ വേറൊരു ചർച്ചിലെ പാസ്റ്റർ, ആ ചർച്ചിലെ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അവരുടെ കമ്മിറ്റിയും അവർ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു, യെസ് പറഞ്ഞു, ഈ ഒരു ഫാമിലിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷെ അന്ന് വരെ ആ പേപ്പർ
പേപ്പർ വർക്ക് 50 വർഷമായ ചർച്ചാണ്. ആ ചർച്ച് ഇന്ന് വരെ ഒരു പേപ്പർ വർക്ക് ഒരു മനുഷ്യർക്കും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളോട് അച്ഛനോട് പറഞ്ഞു, നീ ബിജു നിനക്ക് ആവശ്യമുള്ള പേപ്പർ വർക്ക് എടുത്ത് ചെയ്തോ, നിനക്ക് സ്വാതന്ത്ര്യമാണ്. അപ്പൊ പിന്നെ അച്ഛൻ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എന്ത് ചെയ്യുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് സ്വർഗത്തിൽ, ഇവിടെ അറ്റോർണിറ്റി ഇല്ല നമുക്ക്, പക്ഷെ നമുക്ക് സ്വർഗത്തിൽ ഒരു അറ്റോർണി ഉണ്ടല്ലോ. അച്ഛൻ എന്ത് പൊട്ടത്തനെ എഴുതിയാലും അതിന് അപ്രൂവ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടാന്ന്. അങ്ങനെ ഈ പേപ്പർ വർക്ക് എല്ലാം പെട്ടെന്ന് അവരുടെ ഓഫീസിൽ തന്നെ എല്ലാ പേപ്പർ വർക്കും ലീഗൽ സ്റ്റാറ്റസ് എല്ലാം അവരുടെ എല്ലാം ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതെല്ലാം ചെയ്തു. ലാസ്റ്റ് ഡേ ഇന്നാണെങ്കിൽ ഇന്ന് ആ പേപ്പർ വർക്ക് കിട്ടി. അത് നാളെയാണ് ഞങ്ങൾ അയച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ഇല്ലീഗൽ സ്റ്റാറ്റസിലോട്ട് വന്നേനായിരുന്നു. പക്ഷെ അന്ന് ലാസ്റ്റ് ഡേ അത് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഗ്രീൻ കാർഡും, അവിടെ ഗ്രീൻ കാർഡല്ല, അവിടെ ഞങ്ങൾ ലീഗൽ സ്റ്റാറ്റസിലായി. അത് കഴിഞ്ഞ് ലീഗൽ സ്റ്റാറ്റസിലാകുമ്പോൾ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഫുഡ് ബാങ്കും ഓൾറെഡി തീർന്നു, ഫുഡില്ല ഞങ്ങൾക്ക്. അത് ആ സമയത്ത് ഞാൻ ബേബി സിറ്റിങ്, ഒത്തിരി എനിക്ക് രോഗങ്ങൾ മാറി ഞാൻ ഒത്തിരി ഉപവാസം എടുക്കാൻ പറ്റി. ആ സമയം കൊണ്ട് ഒരു 6 വർഷം താമസിച്ചാൽ ഒരു 8 or 10 ലോങ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്. 7 ഒന്നും കണക്കില്ല. അങ്ങനെ ഒത്തിരി ലോങ് ഫാസ്റ്റിംഗ് എടുക്കാൻ ദൈവം കൃപ ചെയ്ത് എന്നെ പഠിപ്പിച്ചു, അവിടെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചു. ദൈവം ഇറങ്ങി വന്ന് അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ആ ഫുഡൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പോലും ഞങ്ങള് ദൈവത്തിന്റെ കൃപയാൽ ദൈവം കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നിർബന്ധമായിരുന്നു, ദൈവം തന്നെ വഴി തുറക്കണം. ദൈവം കൊണ്ടുവന്നാൽ ദൈവം വഴി തുറക്കും. നമ്മൾ ആരെ ആശ്രയിക്കേണ്ട, ആരോടും ഒരു സങ്കടം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ അറിയാവുന്നവർ, ഞങ്ങളെ ഫോൺ വിളിക്കുന്നവരെല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ പറയാറില്ല. പക്ഷെ പാസ്റ്റർ ഓർത്ത് നോക്കണം, 20 വർഷം ഈ 2009 മുതൽ 2011 ഞങ്ങൾക്ക് 2014 വിസ കിട്ടുന്നത്. ഈ 14 വരെ ഞങ്ങൾ കടന്നുപോയ തീ ഭയങ്കര. നമ്മൾ ഇല്ലീഗൽ ആകുമോ, നമ്മുടെ ഭാവി എന്താകും, ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ അവിടെ ലോണ്ടറി ഉണ്ട്, ലോണ്ടറിയിൽ ഞാൻ ഇങ്ങനെ കീ എടുത്തിട്ട്, നമ്മൾ ലോണ്ടറി എല്ലാം ചെയ്തിട്ട് കീ വരുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ഈ കീ ഇങ്ങനെ പോകും. ഞാൻ ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു പ്രാക്ടീസ് ഉള്ള, ദൈവത്തോട് പറഞ്ഞത്, ഈ കീ അല്ലാതെ ഈ രാജ്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? നീ പറഞ്ഞിട്ടാ ഞാൻ വന്നേ, നീ പറഞ്ഞിട്ടാണ് ഈ ദേശത്ത് വന്നത്, നീ എന്താ വഴി തുറക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ദൈവം പറയും, നിങ്ങൾ എൻ്റെ വേല ചെയ്യും, ഞാൻ നിങ്ങളുടെ വേല ചെയ്യാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ഫാമിലി ഒരു ചർച്ചുമായിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആയി. ആ ചർച്ചുകാർ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് കാറ് കിട്ടിയത്, മേടിക്കാൻ പറ്റിയത്. അതുവരെ ഒരു സൈക്കിളായിരുന്നു. 4 സൈക്കിള് ഞങ്ങൾ വീടിന്റെ പുറത്ത് വെക്കും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് ആരെങ്കിലും ഒരു സൈക്കിള് തരും, അതും വെക്കും. 2 ദിവസം കഴിയുമ്പോൾ റോഡ് അരികിലായിരുന്നു വീട്, അത് ആരെങ്കിലും എടുത്തുണ്ടോ. അപ്പൊ ഞങ്ങൾ ഓർക്കും, ഇല്ലാത്തവരെല്ലാവരും കൊണ്ടുപോകോട്ടെ. അവിടുന്ന് തൊട്ടടുത്തൊരു കടയുണ്ട്, ആ കടയിൽ പോയി സാധനം മേടിക്കാൻ അത്ര അതിനോട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കാറ് ദേവദാസൻ മേടിച്ച് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ദൈവം ആ വഴി ഒരുക്കി. പിന്നെ ഞാൻ സാമ്പത്തിക വഴികളെക്കാട്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്നെ പ്രേരിപ്പിച്ചു, ഒത്തിരി എന്നെ പഠിപ്പിച്ചു. അവിടെ എന്നെ ഒത്തിരി രോഗങ്ങൾ വന്നു. എനിക്കൊരു ദിവസം ദൈവശബ്ദം കേട്ടു, ലുക്കീമിയ എന്നുള്ളൊരു രോഗം വരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ലുക്കീമിയ ഞാൻ ആദ്യമായിട്ടൊരു വേർഡാ കേൾക്കുന്നത്. ഞാൻ ഓർത്തു, ദൈവമേ എങ്ങനെ ലുക്കീമിയ എന്തോ. പിന്നെ ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ക്യാൻസറാണ്. ഞാൻ പിന്നെ അതിനെ പ്രാർത്ഥിച്ചു, അതിനെ ഓവർകം ചെയ്യാൻ ദൈവം കൃപ തന്നു. അതിനെ ദൈവം ആ രോഗം വരുത്താതെ ദൈവം അതിനെ തട്ടി മാറ്റി. പിന്നെ എനിക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല. ഇനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ പോകാൻ എനിക്ക് മനസ്സില്ല. പക്ഷെ ഈ മൂക്കിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. ഒരു 2 വർഷത്തോളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ ഓർത്ത് എന്താണ് രോഗം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇളയ മോള് ഉണ്ടായി കഴിഞ്ഞ് ഒരു 3 മാസം ഉള്ളപ്പോൾ ഈ ഫുള്ള് മൂക്ക് ബ്ലോക്കായി. എന്താണ് രോഗം എന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല, അന്നും എനിക്കറിയത്തില്ല. ഫുള്ള് ബ്ലോക്കായിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പിള്ളേരെ 2 സ്കൂളിൽ വിട്ടേച്ച് കൊച്ചിനെ ഓർത്തിയിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ആര് നിലവിളിക്കും? അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങള് ദൈവം അവർക്ക് നല്ല പ്രാർത്ഥിക്കാൻ ഒരു മാതാവായിട്ട് എന്നെ നിർത്തിയിരിക്കണം. അങ്ങനെ ആ പ്രാർത്ഥിച്ച് പാസ്റ്ററെ, ഞാൻ ജനിച്ച മുതലുള്ള
പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. ഒറ്റ കാര്യം, ഞാൻ ജനിച്ച മുതലുള്ള എൻ്റെ ഓർമ്മയിലുള്ള പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ആയുസ് തന്നാൽ ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാനല്ലാതെ, ഒരു അമ്മയല്ലാതെ വേറെ ആരും, അമ്മ പ്രാർത്ഥിക്കുന്നത് പോലെ ആരും പ്രാർത്ഥിക്കത്തുമില്ല. ഇനി അമ്മ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലേ താനും, ആരും പ്രാർത്ഥിക്കത്തില്ല. നമുക്ക് ആ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അന്ന് ആ സ്പോട്ടിൽ ദൈവം എന്നെ വിടുവിച്ചു. ദേവദാസനെ ദൈവം പൂർണ്ണമായിട്ട് എന്നെ സൗഖ്യമായി. പക്ഷെ അത് 3 ദിവസം എടുത്തു അത് ഫുള്ള് കരിഞ്ഞു മാറാൻ. ദിവസം അങ്ങനെ ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉപവസിക്കണമെന്ന്. ഉപവസിക്കുമ്പോൾ ഒഴിക്കുകയും ഞാൻ എന്നോട് ദൈവാത്മാവ്, ഞായറാഴ്ച രാവിലെ ഇങ്ങനെ ആരാധനയ്ക്ക് ഇരിക്കുക, ദൈവാത്മാവ് പറഞ്ഞു ഇന്ന് മുതൽ നീ ഉപവസിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കറിയത്തില്ല, എന്നോട് ദൈവം പറഞ്ഞു ഉപവസിക്കാൻ. ഞാൻ ഉപവസിച്ചു തുടങ്ങി. പിറ്റേ ദിവസം ഞാൻ പുറകിലോട്ട് പോയി ഒന്ന് ഏതാണ്ട് ഒന്ന് എടുത്തിട്ട് ഒരു വലിയൊരു മൂർഖൻ പാമ്പ് എൻ്റെ നേരെ. അപ്പം ഇതിങ്ങനെ അതെന്നെ നോക്കി, ഞാൻ അതിനെ നോക്കി, അങ്ങനെ ഞാൻ പുറകോട്ട് മാറി. പെട്ടെന്ന് അവിടെ ഒരു പാമ്പിനെയൊക്കെ കൊല്ലാൻ സ്ട്രോങ് ആയിട്ടുള്ള ആളുണ്ട്. ആ ആളിനെ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു ഇതിനെ തൊട്ടാ കൊല്ലണം, കൊന്നില്ലെങ്കിൽ നമ്മളെ വന്ന് കടിക്കും, അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടു ആ കുളത്തിലോട്ട്. പക്ഷെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കിടപ്പിലായിപ്പോ, ഫുൾ ടോട്ടലി കിടപ്പിലായിപ്പോ. എന്നെ ഒത്തിരി നമുക്കറിയാം, നമ്മളൊരു ദേശത്ത് വന്ന് നമ്മൾ ആ ദേശത്തിന്റെ ശക്തികളോടൊന്നും പോരാടണം. നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ച ആ ദേശത്തിന്റെ ശക്തി ഇളകും. പക്ഷെ അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ നടുവിൽ കൂടെ പോയി ഞാൻ ഉപവസിച്ച് 4 ദിവസം കിടപ്പിലായിപ്പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തിനാ ഉപവസിക്കുന്നത്, നീ കഴിക്ക്. ഞാൻ പറഞ്ഞു എന്നോട് ദൈവം പറഞ്ഞു ഉപവസിക്കാൻ, ഞാൻ ഈ കിടക്കയിൽ മരിച്ചാലും ഞാൻ ഉപവസിക്കും. ഞാൻ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്റ്റർ എനിക്ക് കാണാം എൻ്റെ ബോഡി മേളിൽ, ഞാൻ താഴെ. എൻ്റെ ബോഡി എനിക്കിപ്പോഴും എനിക്കത് അറിയാം. എൻ്റെ ബോഡി താഴെ കിടപ്പുണ്ട്. ഞാൻ നോക്കി, ഇത് ഞാൻ താഴെ, ഞാൻ മേളില്, ഞാൻ തന്നെ താഴെ, ഞാൻ മേളിൽ. അപ്പോൾ ദൈവം അന്ന് എന്നെ ആ മരണത്തൊന്നും വിടുവിച്ച്, എന്നെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. പിന്നെ ഒരിക്കൽ എന്നെ അതുപോലെ ഒരു മരണബന്ധനം എനിക്ക് ഉണ്ടായി. പക്ഷെ അന്ന് എന്നെ ദൈവം എന്നെ കാണിച്ചു, ഏതോ ഒരു പാസ്റ്റർ, ലോകത്തിലെ ഏതോ ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ശാസിച്ചു എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. അത് അപ്പം നമ്മൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് നമ്മളോട് ദൈവം പറയും സമയത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പം നമ്മൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എവിടെയോ ഒരു വിടുതൽ അയക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പം തട്ടി ഉണർത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ദൈവം അവിടെ ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ്, പിന്നെ ആ ചർച്ചിൽ പാസ്റ്ററായ ഒരു ഇത് ഗ്രീൻ കാർഡ് എല്ലാം നമുക്ക് തരണം. അവിടെ ഹയർ ചെയ്യണമെങ്കിൽ ഒരു പാസ്റ്ററായിട്ട് ചെയ്യണം. ആകെ 15 അമ്മച്ചിമാരും തുച്ഛമായ വരുമാനമേ ആ ചർച്ചിനുള്ളൂ. പക്ഷേ ആ ചർച്ചിൽ ആ പാസ്റ്ററിന്റെ ഒരാളുടെ വാക്കിന് വില കൊടുത്ത് അവര് അച്ഛനെ എടുത്ത്, അത് ദൈവം ഒരുക്കിയ വഴിയാന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ അവർക്ക് അച്ഛനെ അവിടെ ഒരു ജോലി കൊടുക്കണം. ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് അവിടെ ഹയർ ചെയ്തു. അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെയിം സാലറി കൊടുത്താലേ ഈ പ്രോസസ്സിങ്ങും ഈ പ്രോസസ്സിങ്ങിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ചർച്ചിൽ നിന്ന് ആ ചർച്ചിലോട്ട് പോയി കഴിഞ്ഞപ്പം ഇവിടുത്തെ ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്. ഭയങ്കര ദേഷ്യത്തിൽ മാത്രമല്ല, അച്ഛൻ ചാവി എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചർച്ച വന്ന നമ്മൾ ഒന്നും വിട്ടു പറഞ്ഞില്ല, നമ്മൾ ഇന്നടത്തോട്ട് പോകാന്നൊന്നും വിട്ടു പറഞ്ഞില്ല, ഞാൻ ചർച്ച വരുന്നില്ല. അപ്പം പുള്ളി ഒരു വലിയൊരു പേപ്പർ എഴുതിയിട്ട് അച്ഛൻ കുറച്ച് ഡൊണേറ്റ് ചെയ്തായിരുന്നു, കുറെ ബുക്സ് ഒക്കെ അച്ഛന് കൊടുത്തായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, ഈ ബുക്സ് എല്ലാം നീ മോട്ടിച്ചെടുത്തോണ്ട് പോയി, ഇവിടത്തെ സാധനങ്ങൾ മോട്ടിച്ചു. ഇവിടെ പിന്നെ അച്ഛൻ പഠിച്ചതുകൊണ്ട്, അവിടെ പഠിക്കാൻ പോയതുകൊണ്ട് 1,000 രൂപ നിനക്ക് ഫീസ് ഉണ്ട്, ഈ ഫീസ് ഒന്നും നീ അടയ്ക്കാതെ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണെന്ന് പുള്ളി എന്ത് ചെയ്തു, പുള്ളി എന്നിട്ട് എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഇത് കേട്ടതും പേടിച്ച് ഈ ലെറ്ററും കൊണ്ടുവന്നു. ലെറ്റർ ഞങ്ങളുടെ വീട്ടിൽ അയച്ചു തന്നു. അപ്പം ഈ ലെറ്റർ വന്നു, അച്ഛൻ പേടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ പേടിക്കുന്ന എന്തിനാ, നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3 മണി രാത്രിക്ക്, ഞാൻ അടുക്കളയിലാണ് സാധാരണ പ്രാർത്ഥിക്കാൻ വരുന്നത്, മേളിൽ ബെഡ്റൂം, അടുക്കളയിൽ പ്രാർത്ഥിക്കാൻ വന്ന് ഈ ഓരോ ലെറ്ററും ഇങ്ങനെ ഇതുപോലെ പാസ്റ്ററെ തുറന്ന് വെച്ച് ഞാൻ അതിനെ ഓരോന്നോരോന്ന് വായിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഈ ബുക്ക് എടുത്തോ, ഈ കാര്യം ചെയ്തോ. ഇങ്ങനെ ദൈവത്തോട് ഞാൻ ചോദിച്ചു. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. ഇത് അനാവശ്യമായിട്ട് ഞങ്ങളെ പുള്ളി ഇത്രയും മാക്സിമം കഷ്ടപ്പെട്ടു പാസ്റ്റർ. അവിടെ ആ കോളേജിൽ നിന്നെടുത്തോളം രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ തുച്ഛമായ വരുമാനത്തിന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും പുള്ളിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ 3-5 പിള്ളേരെ കണ്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അച്ഛൻ വിട്ടുപിരിയുമ്പോൾ 60 പേര് വന്നു. അപ്പൊ അത്രയും വരുമാനവും പ്രോഫിറ്റ് എല്ലാം പുള്ളിക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ ദേഷ്യം കൊണ്ടാണ് പുള്ളി അത് ചെയ്തത്. പിന്നെ പുള്ളി അച്ഛനെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ റൗണ്ട് ആയിട്ട് എന്നിട്ട് അച്ഛന്റെ ഫോൺ മേടിച്ച്
വെച്ചിട്ട് ചർച്ചിലെ ഓരോ വിശ്വാസികളുടെ, അവരുടെ ചർച്ചിലെ ഓരോ വിശ്വാസികളുടെ ഫോൺ നമ്പർ അവർ ഡിലീറ്റ് ചെയ്തു. ഇതൊക്കെ ഇല്ലീഗലായിട്ട്, ഇതൊന്നും നമ്മൾ ഒരു കേസ് കൊടുത്താൽ ഇതൊന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തില്ല. ഇത് അവര് ചെയ്ത് വിട്ടു കഴിഞ്ഞ് ഇതെല്ലാം എഴുതിയത് ഞാൻ രാത്രി വായിച്ചു കേൾപ്പിച്ചു, ദൈവത്തെ വായിച്ചു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ടോ, ഇതെല്ലാം എഴുതിയ കണ്ടോ, ഈ മനുഷ്യൻ കാണിക്കുന്ന കണ്ടോ, ഇങ്ങനെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ലോയർ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ, എനിക്ക് വിസ ഒന്നും ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ മാസം $20 വെച്ച് ഞാൻ അടച്ചോളാം, എനിക്ക് അതിനുള്ള നടപടി. അപ്പം അയാള് നമുക്കൊരു പണി തന്ന് പേടിപ്പിച്ചത്, പക്ഷെ അയാൾക്ക് അത് പണി കിട്ടി. അപ്പൊ ലോയർ അത് അയാൾക്കുള്ളൊരു വരുമാനം എടുത്തിട്ടേ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷം, ഞങ്ങൾ 14 മുതൽ വർഷം ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു. 18 വരെയൊക്കെ അടിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കേണ്ട എമൗണ്ട് ഒന്നിച്ചു കൊടുത്ത് അത് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് പുറത്തു വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പേപ്പർ വർക്ക് ഇങ്ങനെ കിട്ടി. അത് ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ദൈവം എങ്ങോട്ട് പോകണം, ഈ വെള്ളക്കാരുടെ നടുക്ക് നിന്നാൽ നമുക്കൊരു മിനിസ്ട്രി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കർത്താവെ. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച് മിനിസ്ട്രിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിവിടെ പറയാൻ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാൻ നമ്മൾ അത് ചെയ്യാത്തതാണ്, മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ദൈവം കൊണ്ടുവന്നത് കൊണ്ട് ദൈവം തന്നെ വഴി തുറക്കണം നിർബന്ധമായതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 1-2 പ്രെയർ ലൈനിൽ അച്ഛന് പ്രസംഗിക്കാനുള്ള ഒരു അവസരങ്ങൾ ദൈവം കൊടുത്തു. 24/7 പ്രെയർ ലൈന് പാസ്റ്റർക്ക് അറിയാലോ, സൂസൻ സിസ്റ്റർ മരിച്ചുപോയി. സൂസൻ സിസ്റ്ററിന്റെ ഒരു ലൈൻ എനിക്ക് ആരോട് പറഞ്ഞു തന്നിട്ട് ഞാൻ ആ ലൈനിൽ കയറും. അതിനകത്ത് തിമോത്തി പാസ്റ്റർ എന്നും പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. എനിക്ക് ആരാധിക്കുന്നത് ഭയങ്കര ഇഷ്ടം. പിന്നെ അല്ലാത്ത മീറ്റിംഗ് ഞാൻ കയറത്തില്ല. അപ്പൊ അതുകൊണ്ട് 8 മണി തൊട്ട് 8:15 വരെ ആരാധന സമയം ആ ലൈനിൽ ഞാൻ കയറും. അത് കഴിഞ്ഞൊരു പാട്ട്. അപ്പൊ സൂസൻ സിസ്റ്റർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് പാട്ട് പാടിയത് നിങ്ങളാണ്, ഡിസ്റ്റർബ് ചെയ്തത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല, സോറി ഉണ്ട്, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാം. പക്ഷെ ആ ദൈവദാസി അന്നേരം തന്നെ പറഞ്ഞു, പാസ്റ്റർ ആണോ? ഞാൻ പറഞ്ഞിട്ട് പാസ്റ്റർ വിടാം. അപ്പം പാസ്റ്ററെ പ്രസംഗിക്കാന് ആ ദേവദാസയാണ് ആദ്യമായിട്ട് അച്ഛന് ഈ അവസരം കൊടുത്ത് പ്രസംഗിക്കാന്. അങ്ങനെ ഒക്ലഹോമ പ്രെയർ ലൈനിലും നമ്മുടെ അവര് കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒക്ലഹോമയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ചർച്ചിന്റെ ഓപ്പണിങ്. അച്ഛനോട് പറഞ്ഞു, വരാവോ, ഈ ചർച്ച് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇവിടെ അമേരിക്കൻസിന്റെ അടുത്ത് നമ്മൾ ഒരു കള്ളവും പറ്റത്തില്ല. അപ്പൊ ഈ ദൈവദാസനാന്നേ നല്ലൊരു ദൈവദാസനാന്ന് ഞാൻ ഇന്നുവരെ അങ്ങനെ അത്രയും നല്ലൊരു ദൈവദാസനെ കണ്ടിട്ടില്ല. നമ്മൾ എത്ര മുഷിഞ്ഞു വന്നാലും നമ്മളെല്ലാം അത്രയും സ്നേഹത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യരോട് എങ്ങനെ നമ്മൾ പറയും? അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞ് അച്ഛൻ ആ മനുഷ്യരോട് ദൈവദാസനോട് പറഞ്ഞു, ഇതുപോലൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ പറഞ്ഞു, ബിജു, ഇഫ് ഗാഡ് ലെറ്റ്സ് യു ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചർച്ചുകാർ, കംബോഡിയൻ ചർച്ചും ഉണ്ട്, ഒരു കംബോഡിയൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പൊക്കോ, നിങ്ങൾ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ എന്ന്. അപ്പൊ അങ്ങനെ ആ ചർച്ചിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, വണ്ടിയുടെ ഇച്ചിരി കേടുപാടുകളെല്ലാം തീർത്തു തന്നു. ആ ദേവദാസൻ തന്നെ തീർത്തു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, നമുക്ക് കളക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ എന്നെ കണ്ണ് കാണിച്ചു, നിങ്ങളത് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കണ്ണ് കാണിച്ചു. അങ്ങനെ കളക്ട് ചെയ്ത് മാത്രമല്ല എല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ച് ഞങ്ങളെ ചൈനയിലോ ആഫ്രിക്കയിലോ അയക്കുന്ന പോലെ ആ ഒരു ഇതോടുകൂടി ഞങ്ങളെ ഒക്ലഹോമയിലായിട്ട് അയച്ചു. 18 മാസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഞങ്ങളെ ഗൈഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഷിബു തോമസ് പാസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നെ ഷിക്കാഗോയിൽ പോയി. അങ്ങനെ ഒരു ഹയർ ചെയ്ത ഒരു പോസ്റ്റിങ്ങിൽ പോകാതെ ദൈവമായിട്ട് ഓരോരുത്തരെ ആക്കി അതാത് സമയത്താക്കി അങ്ങനെ ഷിക്കാഗോയിൽ പോയി. ഇപ്പൊ ഞങ്ങൾ 2021 ഷിക്കാഗോന്ന് ഞങ്ങൾ സാൻ ആന്റോണിയോയിൽ വന്നു. സാൻ ആന്റോണിയോയിൽ വന്ന ദൈവം ഇവിടെയാണ് എനിക്ക് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അവിടെയുള്ള എല്ലാ എക്സ്പീരിയൻസിനെക്കാട്ടിയും ഒക്ലഹോമയിലാണെങ്കിലും ഞാൻ അവിടെ ചെന്ന് സഹോദരിമാരെ കൂട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഒരു നല്ല സഹോദരിമാർ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഷിക്കാഗോയിൽ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ ഉണ്ടാക്കി. എനിക്ക് നല്ല പ്രയർ സപ്പോർട്ടാണ്. ഞങ്ങൾ ഈ രാവിലെ ശനിയാഴ്ച 5 മണിക്ക് പോയ 6, 7, 8, 10 മണി വരെ ഇരിക്കും. ചില സമയത്ത് 12 മണി വരെ ഹാളിനകത്ത്, ചർച്ച് ഹാളിനകത്തിരുന്ന് സഹോദരിമാർ ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക് സഹോദരിമാരുണ്ടായിരുന്നു, അവരെ കൊണ്ടുപോയി. അങ്ങനെ പ്രാർത്ഥന നല്ല പ്രയർ സപ്പോർട്ടായിരുന്നു. എനിക്ക് നല്ലൊരു അന്തരീക്ഷമായിരുന്നു, ആരാധനയ്ക്കും നല്ല അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഒരു
അതിനകത്ത് അവിടെ ആലയം ദൈവം സഭയ്ക്ക് കൊടുത്തു. ആ സഭയുടെ ആലയം എല്ലാം ദൈവം ഒരുക്കി. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ്. പക്ഷെ പല ആൾക്കാരും അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ പറഞ്ഞു 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ. ഞങ്ങൾ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ പൈസ എല്ലാം കളക്ട് ചെയ്തു. എല്ലാവരും ഞങ്ങൾ ചർച്ച് മേടിക്കാൻ ദൈവം കൃപ ചെയ്തു. അത് 2016. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ചർച്ച് കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയ ഫുള്ള് നമുക്കറിയാം ഒരു പൈശാചിക ശക്തിയോട് ഞാൻ ഇന്ന് വരെ പോരാടിയിട്ടില്ല ആ രീതിയിൽ. അങ്ങനത്തെ ഒരു പൈശാചിക ശക്തികളോട് പോരാടേണ്ട ഇവിടെ അവിടത്തെ കണ്ടു. പക്ഷെ ഇവിടെ ഞാൻ താമസിച്ച ഞങ്ങൾ ഇപ്പം 2001 മുതൽ 2024 31 വരെ ഒരു വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ താമസിച്ചു ഭയങ്കര പോരാട്ടം, പ്രതികൂലം. ആ വീടിന്റെ ഓണർ ബുദ്ധ വിഗ്രഹത്തിനെ സേവിക്കുന്ന മനുഷ്യനായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് തലേ ദിവസം ആ ബുദ്ധ വിഗ്രഹം അവിടെ നിന്ന് പുറത്തു പോയി. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ എന്തുമാത്രം പോരാട്ടം ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഞാൻ ഇവിടെ വന്ന് അവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ ഇല്ല, പ്രാർത്ഥിക്കാൻ ഒരു ഫീലിംഗ് ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു എന്ന് വെച്ചാൽ അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ പറയാം. എനിക്ക് ദൈവം ഞാൻ അന്നേരം എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, എനിക്ക് ഏതാണ്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട്, പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതാണ് എനിക്ക് കുഴപ്പം, ഏതാണ്ട് കുഴപ്പം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ എന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് എന്നെ സഹായിച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം ബലപ്പെടുത്തി പഠിപ്പിച്ചെടുത്തു. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് സഹോദരിമാർ ഇവിടെ കുറവാണ്. പിന്നെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. അവിടത്തെ പോലെ എനിക്ക് സഹോദരിമാരെ രാവിലെ ഈ 5 മണിക്കോ 5:30ക്കോ നമ്മളൊന്ന് പുഷ് ചെയ്താ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് മണിക്കൂറുകൾ ആരാധിക്കാൻ അങ്ങനെ കിട്ടിയില്ല എനിക്ക്. അപ്പൊ ഇങ്ങനെ കിട്ടാതിരുന്നപ്പോ ഞാൻ ഒറ്റയ്ക്കും, എനിക്ക് ജോലിയും അങ്ങനെ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ ജോലി ഇല്ലാത്ത സമയങ്ങളെല്ലാം ചർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി സമയം എന്നെ ദൈവം പ്രാർത്ഥിക്കാനും ഫിസിക്കൽ അറ്റാക്ക്, ഒരു പൈശാചിക ശക്തിയുടെ പോരാട്ടം നമുക്കറിയാലോ, അതെല്ലാം നമുക്ക് പോരാടാനും ദൈവം എനിക്ക് കൃപ തന്നു. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഒത്തിരി പഠിപ്പിച്ചു. അപ്പം എന്നെ പല ഫ്രണ്ട്സും പറഞ്ഞു ഇന്ന ലൈനിലൊക്കെ കയറി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലൈനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ ദൈവം എന്നെ പിടിച്ചു കൊണ്ടുവരും, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. അതേ സമയത്ത് എനിക്ക് 2011 മുതൽ എനിക്കൊരു ഫ്രണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമയുണ്ട്. പ്രാർത്ഥിച്ച് ദൈവാലോചന, ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ദൈവാലോചന കേൾക്കണം. ദൈവാലോചന കേട്ട് മാത്രമേ എനിക്ക് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് അപ്പം നമുക്കറിയാം ദൈവാലോചന കള്ളമാണെന്ന് പറയുന്ന സമയത്തും ദൈവാലോചന ഉണ്ട്, സത്യമായിട്ടുള്ള പ്രവചനം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തും. പക്ഷെ നമ്മളത് വിശ്വസിക്കണം, അതിന്റെ ആഴത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ഇവിടെ സാൻ ആന്റോണിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോലിയുടെ സാധ്യതകളില്ല, പല രോഗങ്ങള്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പാസ്റ്റർ, നമ്മളൊരു 10 അടി മലയിൽ കയറി ഹിമാലയ പർവ്വതത്തിന്റെ ഇരുന്നിട്ട് താഴോട്ട് വന്ന അവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ദേശത്തിലെ ശക്തി നമ്മളെ അങ്ങ് ഒതുക്കി. ഞാൻ ഈ ദേശത്തിന്റെ ശക്തിയോട് ഒന്നും വെട്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ല. പക്ഷെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിന്റെ ശക്തി നമ്മളെ അങ്ങ് ഒതുക്കി വല്ലാത്ത രോഗത്തിനും പ്രയാസം. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്ക് എപ്പോൾ വിളിച്ചാലും എൻ്റെ കൂടെ വരാൻ ഏതെങ്കിലും ഒരു സഹോദരിയെ എനിക്ക് ഈ ദേശത്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഒരാളെ എനിക്ക് തരണം. ബിക്കോസ് ചർച്ച് ഒരു മൂലയ്ക്കുള്ള ഒരു ചർച്ച. രാവിലെ ഒരു 7 മണിക്കൊക്കെ പോയാലും നമുക്കൊരു പേടിയുള്ള സ്ഥലമാണ്. ഞാൻ മറ്റേ ചർച്ച് പോകുന്ന പോലെ നമുക്ക് ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് വേണം. ഒരാളെയും കൂടെ കൊണ്ടുപോയാൽ നമുക്ക് 2 പേര് ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ ധൈര്യമായിട്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം സഹോദരിമാരെല്ലാവരും ജോലിയുള്ളവരാണ്, ബിസി ഉള്ളവരാണ്, അവരുടെ കാര്യങ്ങളെല്ലാം അവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ 21 ഞങ്ങൾ ഇവിടെ വന്നു 1.5 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഒരു 7 ദിവസം ഉപവാസം എടുക്കാൻ. ഞാൻ 7 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞ് പെട്ടെന്നൊരു ശനിയാഴ്ച ഞാൻ ചാടി പുറത്തിറങ്ങി. ഞാൻ എന്തിനാ പുറത്തിറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ നെയ്ബർ അവരെ ഞാൻ കണ്ടു. അവരെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താ, നിന്നെ കാണാനില്ലല്ലോ, സുഖമാണോ, എന്താണ്? അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അവര് അന്നേരം പറഞ്ഞു, അയ്യോ എനിക്ക് സുഖമില്ലാത്തതാണ്, ഞാൻ 24 വർഷമായിട്ട് സുഖമില്ല, താഴെ ഒരു വീൽ ചെയർ ഉണ്ട്, മേളിലൊരു വീൽ ചെയർ ഉണ്ട്, എനിക്ക് ആരോഗ്യം എനിക്കില്ല, എനിക്ക് ലൂപ്പസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉള്ള രോഗമാണ്, അങ്ങനെ ക്യാൻസർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു.
അവരിങ്ങനെ പറഞ്ഞു ഒത്തിരി പറഞ്ഞ് മരുന്ന് 9 ഗുളിക ഞാൻ എടുക്കുന്നുണ്ട്, അതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇത്ര വയ്യായെങ്കിൽ നീ എന്നോട് പറയത്തില്ലായിരുന്നോ? പുല്ലൊക്കെ ഞങ്ങൾ വെട്ടിത്തന്ന്, എൻ്റെ ഹസ്ബൻഡ് വെട്ടുമായിരുന്നല്ലോ, നീ എന്താ പറയാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പൊ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളിക്കാരത്തി ആദ്യമായിട്ട്, പുള്ളിക്കാരത്തി അതിനു മുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന്റെ കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്ന ആള്. പുള്ളിക്കാരത്തി പറഞ്ഞു, യെസ് ഐ ബിലീവ് ഇൻ ജീസസ്. നമ്മുടെ ആളല്ല, സ്പാനിഷുകാരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇഫ് യു ബിലീവ് ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്ന് രാത്രി 24 വർഷമായിട്ട് ആ സ്ത്രീ അന്ന് രാത്രി കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് ഞങ്ങളുടെ ചർച്ചിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ തൊട്ട് ഞങ്ങളുടെ ചർച്ചിലോട്ട് വരും, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക പാസ്റ്റർ, പക്ഷെ വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം മലയാളികൾ ഇരിക്കുന്ന ചർച്ചിനകത്തോട്ടാണ് ഈ സ്പാനിഷുകാരെ കൊണ്ടുവരുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളം അറിയത്തില്ല. ഇന്ന് ഈ ബ്രോക്കൻ ഇംഗ്ലീഷ് നമ്മൾ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു സഹോദരിയാണ്. അപ്പൊ ഇവരോട് പറഞ്ഞു, ഞാൻ നാളെ നീ വരണമെന്ന്. അപ്പൊ ഇവർക്ക് അന്ന് രാത്രി ദൈവം അവരെ സൗഖ്യമാക്കിയെന്ന് വെച്ചാൽ ഒത്തിരി രോഗങ്ങളും പൈശാചിക പോരാട്ടം അത് ആദ്യമായിട്ട് ഞാൻ അവരിൽ കൂടിയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവര് പോരാട്ടെ. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വലിയ സന്തോഷത്തോടെ വീട്ടിൽ വന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നാളെ അവരെ ആ സിസ്നെ എന്ന് പറഞ്ഞില്ല, അപ്പുറത്തെ അവരെ ഞാൻ നാളെ പള്ളി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇടി അവർ വന്ന തലയിലൊന്നും തുണി ഇടത്തില്ല, നീ അവരെ കൊണ്ടുവരല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് തലയെ തുണി ഇട്ട് കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് തലയെ തുണി ഇടിപ്പിച്ച് അവരെ കൊണ്ടുവന്നോളാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കിട്ടിയ വിശ്വാസി ഞാൻ കൊണ്ടുവരും, എൻ്റെ പള്ളിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്തായാലും ഇവരെ പള്ളിയിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കുഞ്ഞ് വയ്യാത്തൊരു കൊച്ചാണ്, ഡിപ്രഷനല്ല, ആ കൊച്ചിന് 24 വയസ്സുണ്ട്. പക്ഷെ ഐസൊലേഷന്, അവളുടെ അമ്മ മാത്രം മതി, ബാക്കി ആരുമായിട്ട് അവൾക്ക് സഹകരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള ഒരു കൊച്ചാണ്. അപ്പൊ ഈ കൊച്ച് അവിടെയുണ്ട്, സഹോദരി അവിടെയുണ്ട്, അവരുടെ ഭർത്താവ് ദൂരെ ജോലി ചെയ്ത് ഇടയ്ക്ക് വരും, വന്നാലും വലിയൊരു പ്രശ്നത്തിന്റെ ഫുഡ് ഒന്നും സമയത്തിന് അങ്ങനെ കൊടുക്കത്തോ അങ്ങനെ ഒന്നും സഹായിക്കത്തോ ഒന്നുമില്ല. പക്ഷെ ഈ തൊട്ടടുത്ത വീടാണ് ഞങ്ങളുടെ വീടും അവരുടെ വീടും, ഒരു മതിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ കയറി വരാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന് തട്ടുകയോ തുറക്കുകയോ ചെയ്യാം, വീടാണ് അങ്ങനെ അടച്ചിടുന്നതല്ല, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ലാന്ന്. അപ്പൊ ഇവരെ പള്ളിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവർ പള്ളിയിൽ വന്ന് ആരാധിച്ച് ഇവർക്ക് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത്രയും വർഷം കൂടി ഞാൻ ഉറങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, ബിക്കോസ് അവരുടെ മാതാവ് വിശ്വാസിയാണ്. പക്ഷെ ഇവരുടെ ചെറുപ്പം മുതൽ ഇവരുടെ കസിൻസ് എല്ലാം നമുക്ക് മലയാളീസിന് അത്രയും അറിയത്തില്ല, ഈ ആഫ്രിക്കയിലുള്ള മന്ത്രവാദങ്ങളുടെ ഒരു എന്തോ പറയുക കേന്ദ്രമാണ് അവരുടെ കസിൻസിന്റെ വീട്. ആ വീട്ടിൽ ഇവർ കണ്ടതുകൊണ്ട് ഇത് യേശുവാണോ സത്യം, ഈ കസിൻസ് ചെയ്യുന്നതാണോ സത്യം, ബിക്കോസ് അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, അത്ഭുതങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതിൽ രണ്ടിലും കൺഫ്യൂഷനായിട്ട് ഇവർക്ക് യേശുവിന് വേണ്ട, ഇവർക്ക് ഇത്രയും രോഗത്തിലുണ്ടായിട്ട് യേശുവിന് വേണ്ട. അങ്ങനെ ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പ് 3 ബൈബിള് ഒരു സഹോദരി കൊടുത്തു. ഇവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുന്നിൽ തന്നെ ഇവര് ട്രാഷ് ക്യാനിലോട്ട് ബൈബിൾ എടുത്തിടുമായിരുന്നു. അപ്പൊ 3ാമത്തെ ബൈബിൾ അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ദേശം വിട്ടു പോകുക, നീ എന്നെങ്കിലും രക്ഷിക്കപ്പെടും, അതുകൊണ്ട്. പക്ഷെ അവര് ഈ ബൈബിൾ കൊടുത്ത് കളഞ്ഞാലും ആ സഹോദരി എല്ലാ സഹായങ്ങളും ഇവർക്ക് ചെയ്യുമായിരുന്നു, ഫുഡും എന്തെങ്കിലും ആവശ്യമോ പൈസയോ എല്ലാം ഇവർക്ക് ചെയ്യുമായിരുന്നു. ബിക്കോസ് ഇവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുള്ളിൽ പോകുന്ന ഒരു അവസ്ഥയായിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഇതുകൊണ്ടാണ് ഇവര് വിശ്വസിക്കാതിരുന്നത്. ഏതാണ് ദൈവമെന്ന് അവർക്ക് അറിയത്തില്ല, അവർ ഒരു ദൈവത്തിൽ വിശ്വസിച്ചില്ല. ഈ ബൈബിൾ അവർ കളഞ്ഞില്ല, അവരതിനെ വെച്ചു. പിറ്റേ ദിവസം സെപ്റ്റംബർ 17 22 സെപ്റ്റംബർ 17. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്തു, പള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് 91 സങ്കീർത്തനം ഓരോന്നും വായിച്ചിട്ട് ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. അവർ വായിച്ചു കഴിഞ്ഞ് അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഇവർ പറയും, ഞാൻ പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരും കസേരയിലിരിക്കും, അമ്മയും മോളും, ഞാൻ താഴെ ഇരുന്ന് അവരുടെ കാൽക്കലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു, ഇന്ന് വരെ അവർ കരഞ്ഞിട്ടില്ല.
ആയുസ്സിൽ അവർ കരഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അവർ കരഞ്ഞ് അവർക്കൊരു വലിയ സമാധാനം ദൈവം കൊടുത്തു. അങ്ങനെ അന്ന് രാത്രി ആ കുഞ്ഞും അവക്കും അവളൊന്നും ഉറങ്ങത്തില്ല, ഇടയ്ക്ക് പെട്ടെന്ന് അവൾ വയലന്റ് ആകും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്ന് അവള് ഉറങ്ങി. അതിനുശേഷം അവൾക്ക് ഒത്തിരി സമാധാനം, ആ കുഞ്ഞിന് ഒത്തിരി വ്യത്യാസം ദൈവം കൊടുത്തു. അത് കഴിഞ്ഞ് ഇവരെ അപ്പം ഇതൊരു വലിയൊരു പോരാട്ടത്തിന്റെ നടുക്കുന്ന ഇവരെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് വെച്ചാല് ഈ ഒരു ഊടും മന്ത്രവാദം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പോലും കേട്ടിട്ടില്ലാത്തൊരു പൈശാചിക ശക്തി. ആ പൈശാചിക ശക്തി ഇവര് കണ്ട് അതിന്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവര് രാത്രിയിൽ ഇവരെ വന്ന് കൊങ്ങായിക്കൊക്കെ പിടിക്കും. ഒരു 12 മണി കഴിയുമ്പോൾ ഇവരുടെ കഴുത്തിന് കയറി പിടിക്കും. അതുകൊണ്ട് ആ ദേശത്തിന്റെ ശക്തിയും എല്ലാം കൂടെ ഇവരെ അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞു, പിന്നെ ഞാൻ ഉപവസിച്ചു 21 ദിവസം ഉപവസിച്ചു. എന്ന് വെച്ചാൽ ഇവരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപവസിച്ചു. പിന്നെ ഞാൻ ഇവരെ ഹാർഡ് വേ, ഞാൻ പറഞ്ഞു ഐ എം ബ്രിങ്ങിങ് യു ഇൻ എ ഹാർഡ് വേ, ബിക്കോസ് നീ ഇരിക്കുന്ന സ്ഥലവും നീ വരുന്ന സ്ഥലവും പൈശാചിക പോരാട്ടത്തിന്റെ നടുക്ക്. അപ്പൊ നീ സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, നീ ഉപവസിച്ചാൽ പറ്റത്തില്ല, നിനക്ക് നല്ലപോലെ ഉപവസിച്ചില്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ നന്നായിട്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഇവർ വരുംതോറും ഇവർക്ക് ഓരോ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിടന്നപ്പം എന്നെ ദൈവാത്മാവ് കാണിക്കുക. ഇവിടെ ഞങ്ങളുടെ അവിടെ 5 മണിയാണ്, പക്ഷെ ദൈവം എന്നെ എടുത്തോണ്ട് പോയി, ആത്മാവിൽ ഇങ്ങനെ എടുത്തോണ്ട് എന്നെ പോയി ഒരു സ്ഥലം, ഒരു എന്തോ പറയുന്നേ സീഷോർ ഉള്ള സ്ഥലത്തൂടെ എന്നെ ആത്മാവിൽ എടുത്തോണ്ട് പോയിട്ട് എന്നെ അവിടെ കാണിച്ചു ആ സ്ഥലം. അപ്പം ഞാൻ ഓർത്തി ഇത് ഏത് സ്ഥലത്താണ് ഞാൻ വന്നേന്ന്. പിന്നെ ഞാൻ രാവിലെ ആയപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് ചർച്ചിൽ പോകുമായിരുന്നു. ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പം ഞാൻ ഈ സഹോദരിയോട് ഈ ഷെയർ ചെയ്ത് ഈ കാര്യം, ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു, അത് നിങ്ങളുടെ ഏരിയ വല്ല ആണോ എന്ന്. പക്ഷെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴേ ഇവരെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഇവരെ വിറച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സംതിങ് റോങ്, ഇത് അവിടെ നിന്നുള്ള ഒരു പൈശാചിക ശക്തിയാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് അതിനെ ഒന്നിച്ച് വിടുതൽ ഏറ്റെടുത്തു. അങ്ങനെ ഒത്തിരി ഫിസിക്കലി അറ്റാക്ക് ചെയ്ത പൈശാചിക ശക്തികൾ ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച്. ബിക്കോസ് അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിലൊരു 3 ബുദ്ധന്റെ വിഗ്രഹം ഇരുന്നു. 3 വിഗ്രഹം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ 3 വിഗ്രഹം. ഞാൻ എന്നോട് പറഞ്ഞു അവരതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നോട് പറഞ്ഞു ഒരു ഫ്രണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് സൂക്ഷിച്ച് വൃത്തിയാക്കി ഇതിനെ ഗ്ലാസ്സിനകത്ത് തന്നെ വെക്കണം, ഇതിനെ അഴുക്ക് പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ശരിയല്ല, ഇത് നമുക്ക് ചേരുന്നില്ല, ഇത് നീ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പൊ 3 വിഗ്രഹം 2 എണ്ണം അവരുടെ കയ്യിലും 1 എണ്ണം എൻ്റെ കയ്യിലും 2 എണ്ണം അന്നേരം ഞങ്ങൾ ട്രാഷിലിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് നാളെ ഈ സമയത്ത് വരും, നീ പക്ഷെ അവരത് വിശ്വാസത്തിൽ വന്നിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നീ ബോൾഡ് ആകണം, യു ഇൻ ദ നെയിം ഓഫ് ജീസസ് യു ഹാവ് ടു റിബ്യൂക്ക് ദിസ്, അതർവൈസ് നിന്നെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നീ ഇത് നാളെ ഈ സമയത്ത് ഇവൻ വന്ന് ഈ സ്ഥലത്ത് അവൻ നോക്കുമ്പോൾ അവന് ആള് ഇല്ലാതിരിക്കുമ്പോൾ നീ ദേഷ്യം വരുമെന്ന്. പിറ്റേ ദിവസം അതേപോലെ ഇവർ ആ സോഫയിൽ ഇരിക്കുമ്പം ഈ ഡോർ ഇങ്ങനെ കീ എന്ന് തുറക്കുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ആ കാര്യം ഇവർ ഓർത്തിട്ട് ഇവർ ചോദിച്ചു വാട്ട് യു ഡൂയിങ് എന്ന് ചോദിച്ചു. പറഞ്ഞ് പിന്നെ ഇവർ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഇവരിത് പറയുമ്പോൾ ഡോർ ബാങ്ക് ചെയ്തിട്ട് ഈ ശക്തി അങ്ങ് വിട്ടുമാറി, അവരുടെ വീട്ടിനകത്തുനിന്ന് വിട്ടുമാറി. അങ്ങനെ അവരെ ദൈവം ഒത്തിരി കാര്യങ്ങൾ, അപ്പൊ അവരിൽ കൂടെയാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഡീപ്പ് ഡാർക്കായിട്ടുള്ള പ്ലേസിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. എനിക്കെന്ന് വെച്ചാൽ അത് ഫിസിക്കലി എനിക്കത് അനുഭവിക്കാൻ ദൈവം എന്നെ ചിലപ്പം 1:45 ആ സമയങ്ങളിൽ ദൈവം എന്നെ തട്ടി ഉണർത്തും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് സോഫയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്. അതുപോലൊരു ഡാർക്ക് സ്ഥലത്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ആരാ. അപ്പൊ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കണ്ണ് തുറക്കും, കറക്റ്റ് എക്സാക്ട്ലി 2 o'clock ആകുമ്പോൾ എൻ്റെ അടുത്തോട്ട് ഒരു വലിയൊരു ഹെവി ഷാഡോ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നും പറഞ്ഞു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. ഇങ്ങനെ യേശുവിന്റെ രക്തം ചെയ്യുന്ന 3 പ്രാവശ്യം പറയുവേ ഇത് അവിടെ നിന്ന് വിട്ടുമാറി. അങ്ങനെ ഫിസിക്കലി അങ്ങനെ ഒത്തിരി അത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറാന്
ഞങ്ങൾക്കൊരു വീട് 17 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വീട് മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫിസിക്കൽ എന്തോ പറയുന്നത് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളും ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. ഞാൻ ഇന്ന് വരെ വീട് വേണമെന്ന് ദൈവത്തോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ദൈവം അപ്പം ഇങ്ങനെ വീടിന് ഞങ്ങൾ ആരോ വന്ന് കാണിച്ചപ്പോൾ അച്ഛന് അത് അപ്ലൈ ചെയ്തു. ഇങ്ങനെ കൊണ്ടുപോവാ പല വീടുകൾ കാണും, ഞാൻ കണ്ടില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു ഈ ഡിസംബർ 17 ആയപ്പോൾ, ഈ ലാസ്റ്റ് ഇയർ ഡിസംബർ 17 ആയപ്പോൾ 15 ആയപ്പം ഈ ഞങ്ങളുടെ ലോൺ സാങ്ഷൻ ആകുന്നില്ല, വീട് മേടിക്കാനുള്ള ലോൺ സാങ്ഷൻ ആകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എടി നീ വീടിന് വേണ്ടി ഞാൻ പറഞ്ഞു എനിക്കത് പ്രയോറിറ്റി അല്ല, അത് ദൈവം തരും വീട്, എനിക്കത് വലിയ പ്രയോറിറ്റി അല്ല, പക്ഷെ ദൈവം എന്നെ വീട് തരും. അപ്പൊ ഈ ഡിന്നായി ഞങ്ങൾക്ക് 30-ാം തീയതി വീട് മാറണം. അപ്പൊ ഈ 15 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒന്നിച്ച് സഹോദരിമാരുടെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിക്ക് ദൈവം വെളിപ്പെടുത്തി ഒരു ദേശത്ത്, ഞാൻ ഈ ദേശത്തിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ശല്യം ഭയങ്കര പോരാട്ടം. അപ്പം അതുകൊണ്ട് നീ അവിടെ ചെന്നാൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ വീട് തരത്തില്ല എന്നും പറഞ്ഞൊരു വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിനൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് വെട്ടി മാറ്റിക്കഴിഞ്ഞപ്പം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ കിട്ടി. അങ്ങനെ ആ കീ കിട്ടിയതോടുകൂടി വീട്ടിൽ വന്നു ഇവിടെ താമസിക്കാൻ ദൈവം കൃപയാൽ സഹായിച്ചു. പിന്നെ അത് എങ്ങനെ മനസ്സിലായി, ഞാൻ അവിടെ നിന്ന് വീട് മാറിക്കഴിഞ്ഞപ്പം ഈ ഞങ്ങളുടെ പഴയ ഓണർ ആ ബുദ്ധന്റെ വലിയ വിഗ്രഹം 6 പേര് ചുമന്ന് കൊണ്ടുവന്ന് അതിനകത്തിരുത്തിയപ്പോൾ മാഗി പറഞ്ഞു, മൈ ബോഡി, എൻ്റെ ബോഡി എല്ലാം വേദന എടുക്കുന്നു, ഈ ശക്തി ഇതിനകത്തോട്ട് വന്നിരിക്കുമ്പോൾ എൻ്റെ ബോഡി വേദന എടുക്കും. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക്, അതിരിട്ട് പ്രാർത്ഥിക്കും നമ്മൾ. എന്നിട്ട് ഞങ്ങളത് അതിരിട്ട് പ്രാർത്ഥിച്ചു. നീ ഈ ദേശത്ത്, നീ വീട്ടിനകത്ത് കിടക്കുന്ന ഇവിടെ വാടക കൊടു, ഇവരുടെ വീട്ടിൽ നിനക്ക് അവകാശമില്ലെന്ന്. എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം എടുത്ത് രാവിലെ 5 മണിക്ക് പുറത്തിറങ്ങിയപ്പം ഈ വിഗ്രഹത്തെയും കൊണ്ട് 6 പേര് കൂടി ഇതുപോലെ പുറത്തെടുത്തോണ്ട് പോകുന്നു. അപ്പം മാഗി രക്ഷിക്കപ്പെട്ടതൊന്നും ആ ഓണർക്ക് അറിയത്തില്ല. മാഗിയോട് പറഞ്ഞു, ഇവിടെ ഒരു ശക്തിയില്ല, ഇതിനകത്തൊരു പവറും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇതിനെ കൊണ്ട് വെക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായി ദൈവത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. ആ പൈശാചിക ശക്തി അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അതിന്. മാത്രമല്ല അവിടെ ഇരുന്ന സ്ഥലത്ത്, മാഗി ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ 2 ദിവസം മുമ്പ് മാഗി എന്നോട് പറഞ്ഞു, ആ വീട്ടിലെ അപ്പനും മക്കളും എല്ലാവരും കൂടെ വന്ന് കൈ കോർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ പറയുക, കം ബാക്ക്, കം ബാക്ക് എന്നും പറഞ്ഞ് അവരുടെ ദൈവത്തെ വിളിക്കുവാന്ന്. അപ്പൊ ഇത് കണ്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടെ കണ്ടേച്ചു പറയും, ഐ ആം ഗോയിങ് ടു പ്രേ. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഈ ശക്തി, അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം ആ ശക്തി നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് എത്ര ശക്തിയുണ്ട് നമുക്ക് പോലും അറിയത്തില്ല. പക്ഷെ ആ ജാതികൾ ആ വിഗ്രഹാരാധികൾക്ക്, ആ ദുഷ്ടശക്തിക്ക് അത് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ പിന്നെ അതിന് മുമ്പ് എൻ്റെ ബ്രദർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടല്ലോ 7-ാം തീയതി. അതിന് മുമ്പേ ഇങ്ങനെ ദൈവം എന്നെ കാണിച്ചായിരുന്നു. ഇങ്ങനെ ഞാനൊരു 2:30 ആയപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ്, മോനെ നിനക്ക് എന്തോ പറ്റുന്നുണ്ട്, നിനക്ക് വരുന്നുണ്ടെന്ന്. അപ്പം പറഞ്ഞു, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാഹചര്യം കിട്ടിയില്ല. പക്ഷെ ഞാൻ ഒത്തിരി പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ച് ഈ വീട്ടിൽ നമ്മളൊരു പുതിയ വീട്ടിൽ വരും, പ്രാർത്ഥനയുടെ അന്തരീക്ഷം പ്രാർത്ഥിച്ച് കയറേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒരു വിഷയം ദൈവം എന്നെ കാണിച്ച അന്നേരം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുന്നതാണ്. ഞാൻ ഇവര് രാത്രി തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഒന്നും അതിന് പ്രിപ്പയർ ആയിരുന്നു, പക്ഷെ അതിന് അത്രത്തോളം വിടുതൽ കിട്ടത്തക്ക ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ദൈവം എന്നെ ഇത്രത്തോളം പേഴ്സണൽ പ്രയറിനാ ദൈവം എന്നെ നടത്തുന്നത് പാസ്റ്ററെ. അത് പേഴ്സണൽ പ്രയറിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായിട്ട് പല കാര്യങ്ങൾക്ക് എനിക്ക് വലിയ വിടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം എനിക്കറിയത്തില്ല, എന്നെ ഒരു സമയം വരെ ഞാൻ കുറച്ചു സമയം പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം എന്നെ മണിക്കൂറുകൾ ഒരുപോലെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ. ഞാൻ പേഴ്സണൽ പ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞു വിടാനല്ല, ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ. ഞാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ
ദൈവത്തിന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നുണ്ട്. കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കുന്നു. ഇനി എനിക്ക് എന്ത് പൊസിഷനാണ് വേണ്ടത്? എനിക്കിനി ഒരു ലോകത്തിൽ എന്ത് പൊസിഷൻ തന്നാലും അതെനിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അപ്പം അതുകൊണ്ട് ദൈവം എന്നെ പ്രാർത്ഥനയിൽ ആത്മാവിൽ ആരാധിക്കാനും ഒത്തിരി സമയം ആത്മാവിൽ ആരാധിക്കാനും പല കാര്യങ്ങള് വീട്ടിനകത്ത് തന്നെ പല കാര്യങ്ങൾ ശത്രു കൊണ്ടിടുന്നത്, ശത്രു പ്ലാൻ ചെയ്യുന്നത്, മരണം 2 വർഷം മുമ്പേ തന്നെ അച്ഛൻ ഇതുപോലൊരു മരണത്തിന്റെ അറ്റാക്ക് വരുമെന്ന് ദൈവാത്മാവ് എന്നോട് ആലോചന പറഞ്ഞു. ഒരു ദൈവദാസം വിളിച്ചു. ഞാൻ ആ നിമിഷം തന്നെ ഫാസ്റ്റിംഗ് തുടങ്ങി. ഒറ്റ വിഷയമേ പ്രാർത്ഥിച്ചുള്ളൂ, അച്ഛൻ്റെ മരണബന്ധനം മാറണമെന്ന്. ആ ഒരാഴ്ച ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. ദൈവം ആ മരണബന്ധനത്തിന് വിടുവിച്ച്. അങ്ങനെ നേരിട്ട് ഞാൻ പറയുന്നത് എല്ലാ സഹോദരന്മാർക്ക് അത്രത്തോളം സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സഹോദരിമാരാണ് വീടിന്റെ ഏറ്റവും വീടിന്റെ കാവൽക്കാര് സഹോദരിമാരാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ അതിന് ആധാരമായിട്ട് ഞാൻ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി 6-ാം വാക്യം. പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മീൻസ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നത് അത് നോർമൽ ആയിട്ടുള്ള റുട്ടീനാണ്, നോർമലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞത്, രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ കാവൽക്കാരാണ്. വീടിന്റെ കാവൽ. ഫസ്റ്റ് നെഹെമ്യാവ് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പൊരുതണം. അപ്പം നമ്മുടെ വീട്ടില് ഒരു സഹോദരനോ സഹോദരിയോ ഒന്നിൽ അവിടുത്തെ സഹോദരൻ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സഹോദരി പ്രാർത്ഥിക്കണം. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ് സഹോദരിമാർക്ക്. നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ ഒരു സംഭവം സംഭവിക്കരുത്. ദൈവം നമ്മളോട് വെളിപ്പെടുത്താതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. അതിനുവേണ്ടി നമ്മുടെ രഹസ്യ പ്രാർത്ഥന അതിന്റെ ആഴങ്ങളിൽ വെളിപ്പെട്ടാൽ മാത്രമേ ചില രഹസ്യത്തിലുള്ള കാര്യങ്ങളെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ, മോശയോട് ദൈവം പറഞ്ഞു, എന്നെ വിടെന്ന് പറയണമെങ്കിൽ മോശ വിട്ടാലല്ല പോകുന്നേ, മോശ വിടേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ വീടിന് കാവൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കാതെ ഒരു അനർത്ഥവും ഭവനങ്ങളിലോ ഈ തലമുറകളുടെ വിഷയത്തിൽ ഞാൻ കൂടുതലും തലമുറകൾക്ക് വേണ്ടിയാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. അതേ ഉള്ളു ആഗ്രഹം. ബിക്കോസ് നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. അത് ദൈവം ഒരുക്കിയ വഴിയാണ്. ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കൽ പോലും ഞാൻ അർഹത എനിക്കില്ല. പക്ഷെ ദൈവം ഒരുക്കിയത് ഞാൻ അങ്ങനെ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദൈവസന്ധിയിൽ അത് ദൈവം കൊണ്ടുവരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് പോരാടി അവരോടുള്ള ചില പാരമ്പര്യ ശക്തികളുണ്ടല്ലോ, അതിനെ നമ്മൾ വെട്ടി പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് പലപ്പോഴും എനിക്കത് കാണത്തക്ക വിടുതൽ എനിക്ക് തരണമേ എന്ന് കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണത്തക്ക ഇൻസ്റ്റന്റ് വിടുതൽ, ഇന്നലെ വരെയുള്ള രീതിയല്ല പിറ്റേ ദിവസം ഉണ്ടാകുന്നത്. അതുപോലെ ഇൻസ്റ്റന്റ് വിടുതൽ പലതും ദൈവം എൻ്റെ ജീവിതത്തിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം കൃപയാൽ പൂർത്തീകരണത്തിൽ എത്തിയെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ എങ്കിലും ദൈവം പ്രാർത്ഥിക്കാൻ ഒരു കൃപ എന്നെ ഒരു ദൈവത്തിന്റെ എനിക്കറിയത്തില്ല, എനിക്കൊരു ഭയങ്കര എത്ര സമയം ഇരുന്നാലും എനിക്ക് ബോറടിക്കത്തില്ല. നമ്മളൊരു മനുഷ്യരോട് സംസാരിച്ചാൽ അവർക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ പറയും ബോറടിക്കും. പക്ഷെ ദൈവത്തോട് നമ്മൾ മണിക്കൂറുകൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാലും ഒരു ബോറടിക്ക് നമ്മുടെ കർത്താവിനില്ല. നമ്മൾ ശ്രദ്ധിച്ച് അറ്റൻഷൻ ലിസണർ എന്നുള്ള അറ്റൻഷൻ ലിസണറാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പറയുന്നത് മുഴുവനും കേൾക്കാൻ എല്ലാത്തിനും ക്ഷമയുള്ള ദൈവമാണ്. അതെന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു വിടുതലാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും നാള് ഞാൻ പോകാത്ത പ്രതികൂല കാറ്റില്ല, ഞാൻ ഉണ്ടാകാത്ത രോഗമില്ല. എനിക്ക് വരാമാകുന്ന എന്തെല്ലാം രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്വർഗം അതിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചെന്ന് വെച്ചാൽ എന്നെ വിളിച്ചുണർത്തുന്ന സമയത്ത്, അതിന് നാളെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോലും ഞാൻ ഇന്ന് എന്നെ വിളിച്ചുണർത്തിയാൽ ഞാൻ അന്ന് ആ ഉണർത്തുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ ഇരുന്ന് കഴിയുമ്പോൾ ദൈവം ബലപ്പെടുത്തും. അത് കൃപയാൽ ദൈവം എന്നെ നടത്തി. ദൈവം എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ അന്യഭാഷയിൽ മണിക്കൂറുകൾ ഇങ്ങനെ ആരാധിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്റെ പുകഴ്ചയാണെന്ന് ഞാൻ പറയത്തില്ല. ദൈവം എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്ത്
ആ ഫ്ലോറിഡ വന്നപ്പോൾ മുതൽ ദൈവം എന്നെ ട്രെയിൻ ചെയ്ത് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്തോ വെച്ചാല് ഞാൻ പോകുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒത്തിരി ആത്മാക്കളെ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പോയി സുവിശേഷം പറയുമല്ല, എൻ്റെ മുന്നിൽ തന്നെ വന്നു പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതുപോലെ ഈ സിസ്റ്റർ വന്നു, ഈ സിസ്റ്റർ സ്നാനപ്പെടുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായി. പക്ഷെ ആ സിസ്റ്ററിനെ ദൈവം വിടുവിച്ചു. അതുപോലെ തന്നെ ആ കസിൻ എന്ന് പറഞ്ഞ ആ കസിൻ സഹോദരി ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ മന്ത്രവാദങ്ങൾ മാത്രം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ നടു റോഡിൽ അവർ മുട്ടുമടക്കി നിലവിളിച്ചു ദൈവസന്നിധിയിൽ. അന്ന് അവരുടെ പുസ്തകങ്ങളും എല്ലാം അവർ കത്തിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ ബൈബിള് മാത്രം, ബൈബിള് പറഞ്ഞാൽ ബൈബിളിനോട് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ ബൈബിൾ ഇല്ലാതെ അവർക്ക് ഒരിടത്ത് പോകാൻ പറ്റത്തില്ല. പക്ഷെ അത് കാരണം അവരുടെ ആ പഴയ വരുമാനങ്ങളെല്ലാം പോയി. പണ്ട് നല്ല വരുമാനമായിരുന്നു അവർക്ക് അവരുടെ വീട്ടിൽ. പക്ഷെ ഇപ്പം ഒരു വരുമാനവും ഇല്ലാതെ ഒരു അവസ്ഥയിൽ ആ സ്ത്രീ ആ സഹോദരി എത്തി. എങ്കിലും അവർ ദൈവത്തെ ആശ്രയിച്ചു. അങ്ങനെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. ദൈവം എന്നെ അത് പഠിപ്പിച്ചു. ഡാർക്ക്, നമ്മൾ കാണാത്ത ഒരു ഡാർക്ക് പ്ലേസ് ഉണ്ട്. ആ ഡാർക്ക് പ്ലേസിനെ നമ്മളത് എക്സ്പോസ് ചെയ്തിട്ട് നമ്മൾ അതിനെ വിടുവിച്ച് അതിന്റെ പുറത്ത് കൊണ്ടുവരണം. ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ട് ഒത്തിരി എന്നെ വല്ലാത്തൊരു പൈശാചിക ശക്തി എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ദേഹം മുഴുവൻ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദേഹം മുഴുവനും ചൊറിഞ്ഞൊരു വല്ലാത്ത വിരൂപമായി. ആങ്ങളെ മരിക്കുന്ന ആ തൊട്ട് മുമ്പിലല്ല, എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് വല്ലാത്ത വിരൂപമായി. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ അവൻ സഹിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ ഇരുന്ന് നമ്മുടെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുക, നമ്മളൊരു ശല്യത്തിനും പോകുന്നില്ല പൈശാചിക ശക്തിയോട്. പക്ഷെ അത് അവന് സഹിക്കാതെ എൻ്റെ ദേഹം മുഴുവനും ചൊറിഞ്ഞ് തടിച്ചു. അത് ദൈവം അതിൽ നിന്ന് എന്നെ ആത്മാവിൽ ആരാധിച്ച് അതിനെ വിടുവിച്ചു. അങ്ങനെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ദൈവം എത്രത്തോളം ഞങ്ങളെ ദൈവം കൊണ്ടുവരുന്നു. ഇനി എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ തലമുറകൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിലേ ദൈവം മാനിക്കത്തുള്ളൂ. ദൈവസന്നിധിയിൽ ഇരിക്കാതെ ഒരിക്കലും നമുക്ക് നമുക്ക് മാനം കിട്ടത്തില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ദൈവം മാറ്റി തീർക്കണം. അതിൽ നിന്ന് ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണത്തക്ക ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാണത്തക്ക ഒരു വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. അതെൻ്റെ ശരീരത്തിലും ദൈവം സൗഖ്യം തന്നിട്ടുണ്ട്. പല രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു. പല മരണങ്ങൾ അച്ഛനെ ദൈവം മരണത്തിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു, അനർത്ഥങ്ങളിൽ നിന്ന്. അപ്പം ഈ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുന്നത് അതിൻ്റെ പിന്നിലും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ദൈവ പ്രാർത്ഥന കേട്ട് നമ്മുടെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒബേ, ദൈവം പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ദൈവത്തിന് മാനിക്കാൻ വേറെ ഒരു വഴിയും വേണ്ട. ദൈവം എന്ത് പറയുന്നത് സിമ്പിളായിട്ട്. ഞാൻ ജോലിയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ആൾക്കാരോട്, കാണുന്ന ആൾക്കാരോടല്ല സുവിശേഷം പറയാൻ ദൈവം. കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ വേയിൽ ഇറങ്ങി ചെല്ലണം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടു. ആ കൊച്ചിനോട് പറഞ്ഞു, അവനൊരു ഡാൻസ് കളിച്ചു, നിന്റെ ഡാൻസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ഹോബി? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും. when we see the presence of God, we don't want to enjoy the other things എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കടന്ന് ചെയ്യാൻ, മീൻസ് അങ്ങോട്ട് പോയിട്ടല്ല, നമ്മുടെ മുന്നിൽ കാണുന്നവരോട് സുവിശേഷം പറയാനും കൃപയാൽ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ ദേശത്ത് ദൈവം വേല ചെയ്യുവാനുള്ള കൃപ ദൈവം തന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മാതാവാണെങ്കിലും സഹോദരനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ രഹസ്യമായിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ അത് വരുത്തി നോക്കണം. ദൈവം പറയുന്നത് പോലെ, ദൈവം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുക, ഉപസിക്കാൻ പറയുമ്പോൾ ഉപസിക്കുക. അത് നമ്മൾ ചെയ്യുകയോ ദൈവം നമ്മളെ പടിപടിയായിട്ട് ഓരോ ലെവൽ ഓഫ് അനോയിന്റിങ് ഉണ്ട്. നമ്മൾ ആ ലെവൽ ഓഫ് അനോയിന്റിങ്ങിലോട്ട് ദൈവം കൊണ്ടുവരും. ചെറിയൊരു പൈശാചിക ശക്തിയോട് പോരാടണമെങ്കിൽ, നമുക്ക് അതിനുള്ള കൃപ പ്രാപിക്കണമെങ്കിൽ അതിനോളം നമ്മൾ വളരണം. നമ്മൾ ആത്മീയത്തിൽ വളരുമ്പോൾ മാത്രം ദൈവം നമ്മളെ നടത്താൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ വളർന്നു വരുന്തോറും പോരാട്ടം കൂടുന്തോറും നമ്മുടെ ആത്മീയ വളർച്ച കൂടുന്തോറും നമുക്ക് വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് ആദ്യത്തെ വിഷയം ചെറുതായിട്ട് തോന്നും, നിസ്സാരമായിട്ട് തോന്നും. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരെ, ഏത് പ്രതികൂലത്തിൽ കൂടെ നിങ്ങൾ പോയാലും ഒരിക്കൽ പോലും നെഗറ്റീവ് പറയരുത്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയരുത്. ഏലിയാവ് പറഞ്ഞു, എനിക്ക് മതി, ഇനി മരിച്ചാൽ മതി എന്ന്. അത് കഴിഞ്ഞ് വലിയ ശുശ്രൂഷകളൊന്നും ഏലിയാവ് ചെയ്തില്ല. അങ്ങനെ ഒരിക്കൽ പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന മരണവും ജീവനും നമ്മുടെ നാവിന് എൻ്റെ ജീവിതത്തിൽ
കൃപയാൽ ഒരിക്കൽ പോലും ഏത് തകർന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ സാഹചര്യത്തിൽ പോലും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് പാസ്റ്റർ. ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊരു ക്യാൻസർ വന്നു. പക്ഷെ അതേസമയം ഈ മാഗിക്ക് ശരീരത്തിൽ ക്യാൻസർ വന്നായിരുന്നു. ഞങ്ങൾ അന്നേരം ഒന്നിച്ച് പ്രാർത്ഥിച്ചു. വയറ്റിൽ മുഴ വന്നു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അത് വിടുതൽ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് വന്നു. പക്ഷെ എനിക്ക് ക്യാൻസർ വന്നു. സർജറി കഴിഞ്ഞപ്പോൾ ഞാനൊരു 21 days ഫാസ്റ്റിംഗ് എടുത്തു. ബിക്കോസ് എനിക്കൊന്നും ചെയ്യാനില്ല, വീട്ടിലൊന്നും ചെയ്യാനില്ല. 21 days ഫുള്ളല്ല ഫാസ്റ്റിംഗ് എടുത്ത്, ഒരു നേരം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് എടുത്തു. ഒരു നേരം കഴിച്ച ഗുളിയെല്ലാം കഴിക്കാൻ. പക്ഷെ എനിക്ക് സർജറി ചെയ്തിട്ട് എൻ്റെ പാസ്റ്ററെ ഒരു ഗുളിയ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് പെയിൻ കില്ലർ തന്നായിരുന്നു അവർ. സർജറി കഴിഞ്ഞ് പെയിൻ കില്ലർ തന്നിട്ട് ഞാൻ ആ പെയിൻ കില്ലർ കഴിച്ചിട്ടില്ല, ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് ദൈവം എന്നെ കൃപയാൽ നടത്തി. അത് കഴിഞ്ഞ് എനിക്ക് കീമോ എടുക്കണ്ട എന്ന് പറഞ്ഞു, റേഡിയേഷനിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷൻ ഒരു 16 days എടുക്കണമായിരുന്നു. അങ്ങനെ ഒരു 21 days പിന്നെയും ഫാസ്റ്റിംഗ് എടുക്കാൻ ദൈവം കൃപ തന്നു. എനിക്ക് ഈ പ്രയാസത്തിൽ കൂടെ അതൊരു ബിനായിലാണ്, അത് ഒരു ട്യൂമർ എടുത്തു കളഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു ഭയവുമില്ല. ദൈവം തന്ന ആയുസ് മുഴുവൻ, ദൈവത്തോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവം തന്ന ആയുസ് മുഴുവനും, ദൈവം ഏൽപ്പിച്ചത് മുഴുവനും ചെയ്ത് തീർത്തിട്ട് പോകണം. അതിൽ കൂടുതൽ നമുക്ക് അതിൽ ഒന്നും ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ നമ്മൾ വീണ് കിടക്കാം. നമ്മളെ എല്ലാവരും വെറുത്താലും വെറുക്കാത്തൊരു കർത്താവുണ്ട്. എല്ലാവരും സ്നേഹിച്ചാലും നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വാസ്തവമായി ദൈവം നിങ്ങളെ അറിഞ്ഞു. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ദൈവം നമ്മളെ അറിയണം. ദൈവം നമ്മളെ അറിയണമെങ്കിൽ ദൈവ പാദപീഠത്തിൽ കിടക്കണം. അപ്പച്ചന്റെ കാലെ കെട്ടിപ്പിടിച്ചാൽ മതി. അപ്പച്ചൻ തരാത്ത വിടുതലില്ല, അപ്പച്ചൻ തരാത്ത സൗഖ്യമില്ല. ഇനി നമുക്ക് ഒന്നുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ ആരെയും ആശ്രയിക്കേണ്ട. ദൈവസന്നിധിയിൽ വീണ ദൈവം ഇറങ്ങി വന്ന് നൂലെ കെട്ടി ഇറക്കി നമുക്ക് ദൈവം അത്ഭുതകരമായി വിടുതല്, രോഗസൗഖ്യം, ആരോഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാനുള്ളത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ. നമ്മുടെ ദൈവം സർവശക്തനാണ്. അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ ദൈവം നമ്മളെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, സാധാരണ സാക്ഷ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസി നാൻസി ബിജു സിസ്റ്ററിലൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന, ആത്മമണ്ഡലത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രചോദനം പകരുന്നതും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതുമായ ജീവിതാനുഭവങ്ങളാണ് പറയുവാനിടയായി തീർന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അസാധാരണമായ ഒരുപാട് അനുഭവങ്ങൾ, ദൈവവുമായിട്ട് ഉണ്ടായിട്ടുള്ള അടുത്ത ബന്ധവും അതിനോടനുബന്ധിച്ച് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ, അടുത്തറിഞ്ഞ, കർത്താവിനെ രുചിച്ചറിഞ്ഞ, തിരിച്ചറിഞ്ഞ, കർത്താവ് ഉപയോഗിച്ച ആ അനുഭവങ്ങളാണ് പറയുവാൻ ഇടയായി തീർന്നത്. പ്രാരംഭത്തിൽ ഞാൻ വിചാരിച്ചു, കർണാടകത്തിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് മലയാളം ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് എന്നോട് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ എന്തെങ്കിലും ഭാഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് എനിക്കൊരു ചിന്തയുണ്ടായി. പക്ഷേ കേരളത്തിൽ ജനിച്ച് വളർന്ന് മലയാളം പറയുന്ന ഒരു വ്യക്തിയേക്കാൾ വളരെ വ്യക്തമായും സ്ഫുടമായും വളരെ വ്യക്തമായും നല്ല വാക്കുകളോടെ, നല്ല ഭാഷാ ചാതുര്യത്തോടെ വളരെ നന്നായി മലയാളത്തിൽ സംസാരിക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചു. അതൊരു കൃപയാണത്, അത് വലിയൊരു കൃപയാണ്, അത് ബ്ലെസ്സിങ് ആണത്. ആ ഒരു ഗിഫ്റ്റ് കൂടി കർത്താവിൻ്റെ ദാസിക്ക് ദൈവം തന്നു. നിങ്ങളെ ശക്തമായി കർത്താവിൻ്റെ വേലയിൽ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ പ്രതിസന്ധികളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ചെറുപ്പകാലം, എന്നാൽ കർത്താവ് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി, സ്ഥിതിക്ക് ഭേദം വരുത്തി ഇന്ന് ദൈവം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ദൈവം നിങ്ങളെ ഇനിയും ശ്രേഷ്ഠകരമായ നിലയിൽ ഉപയോഗിക്കുവാൻ, കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ, കർത്താവിൻ്റെ
ആ വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ഇങ്ങനെ സമയങ്ങൾ വേർതിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവമായ കർത്താവിൻ്റെ ദാസി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, തീർച്ചയായിട്ടും കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെ പ്രത്യാശ പകരുന്നതും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും കർത്താവിൽ ആശ്രയിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമായ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രിയ കർത്താവിൻ്റെ ദാസിയിലൂടെ നമുക്ക് കേൾക്കപ്പെടുവാൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവിൻ്റെ പാദപീഠെ സമയങ്ങൾ വേർതിരിച്ചിരിക്കുവാൻ കഴിയുമെങ്കിൽ, എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി നീട്ടുന്ന ഒരു കരം, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ചില പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ, ശരീരത്തിൽ രോഗ വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന മണ്ഡലങ്ങളിൽ, സഭാ ശുശ്രൂഷകളിൽ, പ്രവർത്തന മേഖലകളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ഇടയ്ക്ക് കർത്താവിൻ്റെ ദാസി ഒരു കാര്യം പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയിലെ സകല മൃഗങ്ങളും ചരാചരങ്ങളും ദൈവത്തിൻ്റെയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ കർത്താവിനോട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, ഭൂമിയിലുള്ള ആനകളൊക്കെ നിൻ്റെ അല്ലയോ, ഒരു ആനയെ വിറ്റാൽ പോരെ എൻ്റെ കടമങ്ങ് തീർത്തു തരാൻ എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരാനയെ വിറ്റാൽ മതി നമ്മുടെ കടങ്ങളൊക്കെ വീട്ടുവാൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞതാ, എന്നോട് ചോദിച്ചു കൊള്ള എന്നാണ് കർത്താവ് വചനം പറഞ്ഞത്. ഏത് വിഷയത്തിനായാലും. സ്തോത്രം. 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉള്ള വിഷയങ്ങളാണെങ്കിൽ കർത്താവ് നിശ്ചയമായിട്ടും അതിനുവേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആമേൻ. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ വിഷയം നമ്മുടെ മുൻപിൽ അതൊരു വലിയ വിഷയമായിരിക്കാം, പക്ഷെ കർത്താവിന് അത് വളരെ എളുപ്പത്തിൽ സാധ്യമാക്കി തരുവാൻ കഴിയും. ആകയാൽ ആ വലിയ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. ഒന്നുകൂടെ പറയാം, നമ്മുടെ വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം നമ്മിലേക്ക് വരട്ടെ. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാഗ്ര ഹൃദയത്തോടെ നമ്മളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ വലുതായി കാണാതെ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം തരുവാൻ കഴിവുള്ള ദൈവത്തെ വലിയവനായി കണ്ടുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു ഇടമായി നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠവും മാന്യവുമായത് ദൈവം ചെയ്യുന്നത് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഈ സമയം കർത്താവെ, സർവശക്തനായ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം കർത്താവെ ഈ വേദി ഒരുക്കി തന്നല്ലോ അപ്പച്ച. ഇതിനകത്ത് കർത്താവെ കേൾക്കുന്ന ശ്രോതാക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അപ്പച്ചന്റെ കരത്തിൽ കർത്താവെ ഓരോരുത്തരും കർത്താവ് ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ. ഉടബൽ ജുഡാ റെഗൽ തുടാ ധീക്കാരബൗടെ കർത്താവെ, നിന്റെ അത്യന്ത ശക്തി അവരായിരിക്കുന്ന അവസ്ഥയില്, അവരുടെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ കർത്താവ് ഏത് പ്രശ്നങ്ങളെക്കാട്ടും വലിയവനാണ് നീ ദൈവം. നീ ഞങ്ങൾ സേവിക്കുന്ന ദൈവം നീ കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്ന അപ്പച്ച നിന്നെ ആരാധിക്കുമ്പോഴാണ് വിടുതലുള്ളത് കർത്താവെ. വിടുതൽ കിട്ടിയിട്ടല്ല നിന്നെ ആരാധിക്കുമ്പോൾ വിടുതൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മ നിന്നെ ദൈവമെന്നറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപതമേ കേൾക്കുന്ന ഓരോരുത്തർക്കും അപ്പച്ച ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ അവരായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവേ അപ്പച്ച
അവരോട് ഇടപെടുവാൻ, അവർ ദൈവസന്നിധിയിൽ ഒന്ന് വീഴുവാൻ, ദൈവത്തെ കർത്താവെ കാണുവാൻ, ദൈവസന്നിധിയിലോട്ട് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, നിന്റെ കരത്തിൽ കർത്താവെ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാണ് വിടുതലുണ്ടായെങ്കിൽ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാട്ടും വലിയവനായ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഈ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ആഴങ്ങൾ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കാൻ ശക്തനായ ദൈവമെന്ന് അറിയുന്നു കർത്താവെ. വിശ്വാസത്തിൽ തളർന്നു പോകുവാൻ ഈ ജനത്തിന് സമ്മതിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകാൻ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാകിയാൽ അപ്പച്ച, നീ ഒറ്റയ്ക്ക് ഉടവ ചൂട രഗശന്തല അന്തൽ ജരാദൽക്ക രബൗഡെ ജുഡന്തല രഗൽത്തുട ഒറ്റയ്ക്കാണെന്ന് കർത്താവെ തോന്നുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവിനെ ശക്തി വ്യാപരിച്ച് കർത്താവെ, എൻ്റെ കർത്താവിന്റെ കരം പിടിച്ചാൽ ദൈവമേ വിടുതലില്ലാത്ത വിഷയമുണ്ടോ ദൈവമേ? നിന്റെ കരം കർത്താവെ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും എൻ്റെ കർത്താവെ കാണാനൊന്നും ഇല്ലെങ്കിലും എൻ്റെ ദൈവം അവരെ നടത്തുന്ന ദൈവമേ കർത്താവെ എന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ ദൈവത്തെ മാത്രം ആശ്രയിക്കുവാനുള്ള കൃപ നീ ജനത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഒരു വലിയ വിടുതൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ജനത്തിന് അപ്പുറത്ത് അവരായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ് കർത്താവെ. നിന്നെ ആഴത്തിൽ കർത്താവ് ഒന്ന് വിശ്വസിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാനുള്ള കൃപ ജനത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്യുന്നതിന് സ്തോത്രം, പ്രാർത്ഥനയുടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ. ഞാൻ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പറയപ്പെട്ട ജീവിതാനുഭവങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നിങ്ങൾക്ക് അരോമ ടി വി പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിഷയങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.